പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പം കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കാൻ ഈ കൂട്ടായ്മ നൽകിയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ രാത്രികാലത്തെ ദൈവവചനത്തിൻ്റെ പഠനത്തെ തുടർന്നുള്ള സബ്ജക്റ്റുകളാണ് എടുക്കുന്നത്. ഇന്നലെ തിരുവെഴുത്തുകളുടെ ആധികാരികമായ ദൈവനിശ്വാസ്യതയും അത് ദൈവം നൽകിയ ആ പ്രമാണത്തിൻ്റെ നിലയും വിലയും മനുഷ്യകരങ്ങളിൽ വന്നു ചേർന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ആധികാരികതയാണ് സംസാരിച്ചത് ആദ്യ ഭാഗം. പിന്നീട് അനുബന്ധമായ ചില ടോപ്പിക്കുകൾ വിഷയങ്ങൾ സംസാരിച്ചു. കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്നത് പലതുകൊണ്ടും മനസ്സിലാക്കുവാൻ സംഭവങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നലത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചു. ഇന്ന് വീണ്ടും വരവിനെ സംബന്ധിച്ചാണ്, അങ്ങനെയാണല്ലോ അറിവ് തന്നിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം അഥവാ മടങ്ങി വരവ് എന്നത് ദൈവവിശ്വാസികൾക്ക് അതിൽ ഉപരിയായി ചൈതന്യമോ സന്തോഷമോ ആനന്ദമോ പകരുന്ന വേറൊരു വിഷയമില്ല. ഈ അപകടസമ്പൂർണമായ ലോകത്തിൽ തൻ്റെ വിശുദ്ധന്മാരായ ജനത്തിൽ ക്രിസ്തുവിൻ്റെ മടങ്ങി വരവെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യാശ. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ് എന്ന് ഞാൻ കരുതുന്നു. തിരുവെഴുത്തുകളാകെയാണ് ഉദ്ഘോഷിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി രണ്ട് വാക്യങ്ങൾ വായിക്കാം. ഇന്നത്തെ ക്ലാസ് വീശിയ ഓരോ ദിവസം ഇന്നലെ രാത്രി വായിച്ച വാക്യങ്ങളോട് ബന്ധപ്പെടുത്തി അതാത് ദിവസങ്ങളിലെ വിഷയത്തിൻ്റെ ആ അടിസ്ഥാനത്തിലും വേദവാക്യങ്ങൾ തെളിവാക്കേണ്ടത് ആവശ്യം. ദൈവവചനത്തിൽ നിന്ന് ഇന്ന് രണ്ട് വാക്യങ്ങൾ നമുക്കതിനു വേണ്ടി വേർതിരിക്കാം. പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യവും പുതിയ നിയമത്തിൽ ഒരു വാക്യവും ആദ്യം വായിക്കാം. പിന്നീട് ധാരാളം വേദവാക്യങ്ങൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായത്തിലെ 12-ാം വാക്യവും 14-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിന് 3-ാം വാക്യവും. രണ്ട് വാക്യങ്ങൾ ആദ്യമേ വായിക്കാം. പിന്നീട് നമുക്ക് തിരുവചന വിശകലനത്തിലേക്ക് പ്രവേശിക്കാം. വായിച്ചാൽ അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും 12-ാം വാക്യം തന്നെ ഒന്നുകൂടെ വായിച്ചാൽ. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഞാൻ നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. യോഹന്നാൻ 14:3 എല്ലാവർക്കും കാണാതറിയാമെങ്കിലും ദൈവവചനം വായിച്ചാണല്ലോ ധ്യാനിക്കേണ്ടത്. വായിച്ചാട്ടോ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുത്ത് ചേർത്തുകൊള്ളൂ. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട് മതി നമുക്ക് മതി. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്നു നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. പഴയ നിയമ പ്രസ്താവന പ്രവാചക ശൈലിയിൽ പറഞ്ഞത് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങണം. ലോകത്തിൽ ആരെ എതിരേൽക്കണമെങ്കിലും ഒരുങ്ങണം. എവിടെ പോകണമെങ്കിലും അതിൻ്റെ ഒരുക്കമുണ്ട്. ജോലിക്ക് പോകണേലും സ്കൂളിൽ പോകണേലും അതേ വിരുന്ന് പോകണമെങ്കിലും പല നല്ല സൈസിലുള്ള യാത്രയുണ്ട്. ഇതിനെല്ലാം ഒരുക്കം ആവശ്യമാണ്. എന്നാൽ സകല ഒരുക്കങ്ങളിലും വെച്ച് മികച്ച ഏറ്റവും ഉന്നതമായ ഒരു ഒരുക്കം കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള വിശ്വാസികളായ നമ്മുടെ ഒരുക്കം. ഇന്ന് രാത്രികാലം ആ വീണ്ടും വരവിനോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളിൽ നമുക്ക് പ്രവേശിക്കാം. ഒരുക്കവും പ്രധാന വിഷയമാണ്. അത് പിന്നാലെ അത് സമയമുണ്ടെങ്കിൽ എടുക്കുന്നതുമായിരിക്കും. കർത്താവിൻ്റെ മടങ്ങിവരവെന്നുള്ള ഈ വിഷയം ഈ 66 പുസ്തകങ്ങളിലടങ്ങിയ ഈ ഗ്രന്ഥ സമുച്ചയത്തിനകത്ത് 668 ആവർത്തന വാക്യങ്ങൾ. ഇവിടെ പറയാം, ഈ പുസ്തകത്തിൽ വീണ്ടും വരവെന്ന സബ്ജക്റ്റ് 668 ആവർത്തന വാക്യങ്ങളുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ
നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ, പഴയ നിയമത്തിൽ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് 400 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ച 39 പുസ്തകങ്ങൾക്കകത്ത് 350 പ്രാവശ്യം യേശു വീണ്ടും വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പുതിയ നിയമ ഉപദേശമല്ല, ഇത് പഴയ നിയമത്തിലാണ് കൂടുതൽ പറഞ്ഞത്. കർത്താവിന്റെ മടങ്ങി വരവ് യേശു ലോകത്തിൽ വരുന്നതിന് 400 വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ തിരുവെഴുത്ത് സെപ്റ്റുവജിന്റ് വേർഷനിലെ 380 ആവർത്തന വാക്യങ്ങൾ വീണ്ടും വരവിനെ കുറിച്ചു. പുതിയ നിയമത്തിൽ ഒരു ചെറിയ ഡയറി പോലെയുള്ളൂ പുതിയ നിയമം തന്നെ നമ്മൾ അച്ചടിച്ച് കൈ കിട്ടുമ്പോൾ. അതിനകത്ത് 318 ആവർത്തന വാക്യങ്ങൾ യേശു വീണ്ടും വരുന്നുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, വീണ്ടും ജനനത്തെ കുറിച്ച് അത്രയും ആവർത്തനമില്ല, പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് അത്രയും ആവർത്തനമില്ല, ശുദ്ധീകരണമോ സ്നാനമോ ഈ ഉപദേശങ്ങളെ കുറിച്ച് അത്രയും ആവർത്തനമില്ല. ഇതൊഴിച്ച് ഇത്രയും ആവർത്തനമുള്ള രണ്ടാമതൊരു ഉപദേശം ഈ പുസ്തകത്തിലില്ല. പറഞ്ഞത് മനസ്സിലാകുമോ? ഇതിന്റെ പ്രാധാന്യത തിരുവെഴുത്തിൻ പ്രകാരമുള്ള ഉപദേശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കർത്താവിന്റെ മടങ്ങി വരവ്. വിശ്വാസികൾക്ക് അതിലുള്ള പ്രചോദനവും ഉറപ്പും ലഭിക്കേണ്ടതിനാണ് തിരുവെഴുത്ത് ആ നിലകളിൽ അത് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത വേറൊരു കാര്യം, ഒന്നാം വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ 8 ഇരട്ടി തെളിവ് രണ്ടാം വരവിലുണ്ട് എന്ന് പറഞ്ഞാൽ, രണ്ടാം വരവിനെ കുറിച്ചുള്ള പ്രതിപാദ്യത്തിന്റെ 8-1 വാക്യമേ ഒന്നാം വരവിനെ കുറിച്ചുള്ളൂ. ഒന്നാം വരവിനെ കുറിച്ച് പറയുന്നതിന്റെ 8 ഇരട്ടി വാക്ക് രണ്ടാം വരവിനുണ്ടെങ്കിൽ, ഒന്നാം വരവ് വേദപുസ്തകത്തിലെ കൃത്യനിവർത്തി കണ്ടതാണെങ്കിൽ, ചരിത്ര സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണെങ്കിൽ, ആ സംഭവങ്ങള് 100% സത്യമെങ്കിൽ എന്തുകൊണ്ട് രണ്ടാം വരവ് സംഭവിച്ചുകൂടാ? ഇതിവിടെ എന്താ പറയുന്നത്? വരുവാനുള്ളവൻ വരും, താമസിക്കുക. അത് ഒന്നാമതും വന്നവൻ തന്നെയാണ് ഈ രണ്ടാമതും വരുവാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഒന്നാമത്തെ വരവിന്റെ തിരുവെഴുത്തുകളുടെ നിവർത്തി നോക്കുമ്പോൾ വളരെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഒരു വള്ളി വാക്കിന് വ്യത്യാസം വരാതെ നമ്മുടെ കർത്താവ് ലോകത്തിൽ വന്നു. തിരുവെഴുത്തിൻ പ്രകാരം അവൻ ജനിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം അവൻ ജീവിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം കഷ്ടത അനുഭവിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. സകലവും തിരുവെഴുത്തിൻ പ്രകാരം എന്ന് തിരുവെഴുത്ത് ഘോഷിക്കുന്നത് കൊണ്ട് അവന്റെ മടങ്ങി വരവും തിരുവെഴുത്തിൻ പ്രകാരമാണ് എന്നതിൽ സംശയിക്കേണ്ടതൊന്നുമില്ല. ഈ വീണ്ടും വരവിന്റെ ഉപദേശങ്ങളിലെ വളരെ പ്രധാനമായി സ്വീകരിക്കേണ്ടത് കാര്യകരണ സഹിത പ്രതിഭാഗത്തിൽ ഇത് അംഗീകാരയോഗ്യമാക്കണമല്ലോ. വരുമെന്നുള്ളതായ വാക്കുകളുടെ ആവർത്തനമല്ല, വരുമെന്നുള്ളതിന്റെ കാര്യകാരണ പ്രതിവാദത്തിൽ അത് പഠിക്കുമ്പോൾ അത് സത്യമായി സംഭവിപ്പാൻ പോകുന്ന കാര്യമാണ് എന്നത് വിശ്വാസയോഗ്യമാകേണ്ടതിന് ഒന്നാം വരവിനെ കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങൾ സഹസ്രങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അതിന് വള്ളിപുള്ളികൾ ഭേദഗതിയില്ലാതെ നിവർത്തിക്കപ്പെട്ടതാണെങ്കിൽ വീണ്ടും വരവ് അക്ഷരാർത്ഥ നിവർത്തി കണ്ടെത്തും. അതുകൊണ്ട് ഞാൻ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയെ ആ കാര്യകാരണ പ്രതിപാദത്തിൽ വിശ്വാസയോഗ്യമാകേണ്ടതിന് അത് ഒന്നാം വരവിലെ പ്രവചനവും നിവൃത്തിയുമായി ചില സൂചനകള് ഓർമ്മയിൽ വരുത്തിക്കൊണ്ട് ആ രണ്ടാം വരവ് പ്രൂഫ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. അത് വിശ്വാസയോഗ്യമാകേണ്ടതിന് ഏത് ബുദ്ധിക്കും തെളിവായി മനസ്സിലാക്കുവാൻ ആവശ്യമായ ചിന്താഗതിയുമാണ്. യേശു ക്രിസ്തുവിന്റെ ഒന്നാം വരവിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ, മനുഷ്യൻ പാപം ചെയ്ത് പിശാചിന് അടിമകളായി ദൈവത്തിൽ നന്യപ്പെട്ട തേജസ് നഷ്ടപ്പെട്ടവനായി അവൻ ഏദൻ തോട്ടത്തിൽ അവനെ അടിച്ച് പുറത്താക്കി അതേ കെറൂബുകളെ അവിടെ കാവൽ നിർത്തി. അങ്ങനെ മനുഷ്യൻ ശാപത്തിലായപ്പോൾ അതേ വീണുപോയ ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് വന്നത്, വീണുപോയ മനുഷ്യനെ അതേ തങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ നമുക്കൊരു വീണ്ടെടുപ്പിന്റെ വാഗ്ദാനം ആ വീഴ്ചയുടെ മുമ്പിൽ തന്നെ കാണുവാൻ കഴിയും. അപ്പോഴാണ് ആ തിരുവെഴുത്ത് പറയുന്നത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പറഞ്ഞാൽ സ്ത്രീയെ വഞ്ചിച്ച പിശാചിനെ തല തകർത്തുകൊണ്ട് ആ സ്ത്രീയുടെ
സന്തതി പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിന്റെ ഫലമായി അതേ പാപത്തിൽ അകപ്പെട്ടു പോയ 1000 10,000 അതേ ദൈവജീവൻ പ്രാപിച്ച് ദൈവത്തിങ്കലേക്ക് വരുവാൻ ഉപയോഗിക്കപ്പെടുന്നത് സ്ത്രീയുടെ സന്തതിയെയാണെന്ന് ആദ്യ പ്രവചനം മശിഹായെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി. സ്ത്രീയുടെ സന്തതിയെ ലോകത്തിൽ അയക്കും, വീണ്ടെടുപ്പിനായിട്ട് അയക്കും എന്ന വസ്തുത പറഞ്ഞപ്പോൾ ഇത് നിവർത്തിച്ചോ? ഞാൻ ആ പറയുന്ന പോയിന്റ്സ് പ്രത്യേകം ശ്രദ്ധിച്ചോ? ഇത് ശരിയാണോ പ്രവചനം? അതിന്റെ എല്ലാം മറുപടി ആ പ്രവചന നിവൃത്തിയിൽ കൂടാതിരുന്നു. അത് വിശ്വസിക്കുന്ന എന്തിന്? അത് അക്ഷരാർത്ഥ നിവൃത്തി വിശ്വാസയോഗ്യമാണെങ്കിൽ ഭാവിയെ കുറിച്ച് പറയാൻ പ്രവചനങ്ങൾ ഭൂതകാല പ്രവചനങ്ങളുടെ നിവൃത്തി കൊണ്ടാണ് ഭാവികാല പ്രവചനങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കേണ്ടത്, ഉറയ്ക്കേണ്ടത്. ആ വഴിക്കൂടാണ് ആ കാര്യം എന്ന് ഓർത്തിരിക്കുകയും വേണം. ഒന്നാമത് ഉൽപ്പത്തി 3-ൽ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞ പ്രവചനം നിവർത്തിച്ചോ? ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ കാല സമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ന്യായ പ്രമാണത്തിന് കീഴുള്ളവനായി നിയോഗിച്ച് അയച്ചു. അവിടെ പരമാധികാരം പിതാവിനെ കൊടുത്തേക്കുന്ന, പിതാവ് അത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പരമാധികാരം പിതാവിന് കൊടുത്തിരിക്കുകയാണ്. ദൈവം നിയോഗിച്ച് അയച്ചു. എങ്ങനെ? നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്ത്രീയുടെ സന്തതിയായി ക്രിസ്തുവിനെ നിയോഗിച്ചയച്ചു. ഈ പ്രവചനം 4000 വർഷങ്ങള് അണിയറയിൽ അത് രൂപം കൊണ്ടുകൊണ്ടിരുന്നു. ദൈവശബ്ദമാണ്, അതിന് മാറ്റം വരികയില്ല. ആ 4000 വർഷം കഴിഞ്ഞപ്പോഴാണ് ആ നിശ്ചിതയിൽ നമുക്കായി നിയമിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിനെ ആ കാല സമ്പൂർണതയിലാണ് ദൈവം ലോകത്തിലേക്ക് അയച്ചത്. അത് സ്ത്രീയുടെ സന്തതിയാണെന്നുള്ള കാര്യം വരവ് വെച്ചുകൊണ്ട് പൗലോസ്ലീഹ ആ കാര്യം വ്യക്തമാക്കുന്നു. അപ്പൊ സ്ത്രീയുടെ സന്തതി എന്നുള്ള പ്രവചനം അക്ഷരാർത്ഥ നിവൃത്തി കണ്ടെത്തിയെങ്കിൽ 4000 കൊല്ലം വെയിറ്റ് ചെയ്ത പ്രവചനം അത് കണ്ണിന് മുമ്പിൽ നിവർത്തിക്കപ്പെട്ടു എങ്കിൽ എന്തുകൊണ്ട് വീണ്ടും വരുമെന്ന് പറഞ്ഞവൻ വരികയില്ല എന്ന് ചിന്തിക്കണം? അവൻ വരും നിശ്ചയം. ഇനിയും അടുത്ത ഭാഗത്തിലേക്കുള്ള ഒരു നീക്കം, ഈ ഒരു സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞതിന് 2250 വർഷങ്ങളുടെ ശേഷം, 3250 വർഷങ്ങൾക്ക് ശേഷം യെശയ്യാവിന്റെ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ആ സ്ത്രീലിംഗത്തെ നിഷേധിക്കാതെ നിലനിർത്തിക്കൊണ്ട് അനവധി കുഞ്ഞുങ്ങളുടെ ഒരു അമ്മയല്ല, ഒരു കന്യക. നോക്കിയോ, അതിന്റെ ആ ശ്രദ്ധേയമായി വഴിയൊന്ന് നോക്കിയാട്ട്. ഒരു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അത് മകനാണെന്ന് മുന്നമേ പ്രവചിച്ചില്ലേ? അത് കന്യകയിലൂടെയാണെന്ന് വ്യക്തമായില്ലേ? അവന് ദൈവം നമ്മളോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ വേർവിളിക്കപ്പെടും. യേശുവിന്റെ ജനനത്തെ കുറിച്ച് അവൻ കന്യകാസുതനാണെന്ന് വ്യക്തമായി BC 740 എഴുതിയ യെശയ്യാ പ്രവചനത്തിൽ, അതേ തന്റെ പ്രവചനത്തിന്റെ ആദ്യ ഭാഗത്തു തന്നെ മശിഹായുടെ ജനനം അതൊരു കന്യകാസുതനായി വരുമെന്ന് തറപ്പിച്ചെഴുതിയത് നിവർത്തിയായോ അതോ ഇനിയും അത് ബാക്കി ശേഷിക്കുകയാണോ? നിങ്ങൾ ലൂക്കോസ് സുവിശേഷം, ഞാൻ ഈ പ്രവചനവും നിവർത്തിയുമായിട്ട് ഇത് ഭൂതകാലത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ അത് നിവർത്തിച്ചെങ്കിൽ ഇനിയും എടുക്കുന്ന ഭാവികാല പ്രവചനങ്ങൾ 100% സത്യമാണെന്ന് തർക്കമോ സംശയമോ കൂടാതെ മനസ്സിലാകാനാണ് ഈ വഴിക്കൂടെ കയറി അല്പം ഒന്ന് യാത്ര ചെയ്യുന്നത്. നമുക്ക് വേഗം എടുക്കാം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം മുതല് അതെ നമുക്ക് ശാന്തമായി ഒന്ന് വായിച്ചാട്ടെ. ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ദാവീദ് ഗ്രഹത്തില് യോസഫിനെ വിവാഹം നിശ്ചയിച്ചിരുന്ന ഒരു കന്യകയുടെ അടുക്കലേക്ക് ഗബ്രിയേൽ ദൂതനെ അയച്ചു. നിങ്ങൾ വ്യക്തമാക്കണം, എന്തുവാ? കന്യകാസുതനായി ജനിക്കുമെന്ന് പറഞ്ഞ പ്രവചനം നിവർത്തിയണയോ അതോ ബാക്കി കിടക്കുകയാണോ? ആ പ്രവചനം നിവർത്തിപ്പാൻ ദൈവം തക്ക സമയത്ത് കന്യകാസുതനായി ലോകത്തിലേക്ക് അയക്കപ്പെടുന്ന പുത്രനെ ആ സ്ത്രീയുടെ മുമ്പിലേക്ക് ആ വിവരം അറിയിക്കുവാൻ ഗബ്രിയേൽ ദൂതനെയാണ് അയച്ചത്. കന്യമറിയാമിന്റെ വീട്
ഗലീല നാടിൻ്റെ വടക്ക് വശത്തെ ഗലീല പ്രോവിൻസിൽ ഏതാണ്ട് അല്പം വടക്കോട്ട് മാറിയുള്ള നസറേത്ത് എന്ന കുഗ്രാമത്തിൽ ഒരു വെറും ഉപജീവനത്തിന് പോലും മാർഗമില്ലാത്ത കുറെ കർഷകർ മാത്രം ജീവിച്ച സ്ഥലത്ത് അവിടേക്ക് അയച്ചു. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം, വിശദീകരണമൊക്കെ വളരെ കുറയും. അത് എന്തെങ്കിലും പറഞ്ഞൊന്ന് മനസ്സിലാക്കുകയാണ്. യെരൂശലേമിലാണ് മണിമന്ദിരങ്ങളും ദൈവാലയവും പുരോഹിതന്മാരും ശാസ്ത്രിമാരും പണക്കാരും വളരെ സ്വാധീനമുള്ളവരും എല്ലാം യെരൂശലേമിലാണ്, യഹൂദിയിലാണ്. യഹൂദിയാദേശത്ത് ആയിരക്കണക്കിന് കന്യകമാരുണ്ടായിരിക്കെ ഈ വടക്കേ പ്രോവിൻസ് എഴുതിത്തള്ളിയതാണ് നസറേത്ത്. ഒരു നന്മയും അവിടുന്ന് വരികയില്ലെന്ന് സകല മനുഷ്യനും എഴുതിത്തള്ളിയ ഒരു ദേശം. അത്രയും മോശമായ നിസ്സാരമായ ഒരു സ്ഥലം ചരിത്രത്തിലില്ല. ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. കന്യകമറിയാമിന്റെ വീട് കാണിക്കുന്ന ഒരു പാറയുടെ ചരിവിൽ ഒരു കുടിലാണ്. യോസേപ്പ് ഉപയോഗിച്ചതായ തച്ചുപകരണങ്ങള് അക്കാലത്തെ ചിന്തയില് വാള്, പിന്നെ മട്ടം, ഉളിയ, ഒരു കുട്ടിച്ചാക്ക് നിറച്ച് സാധനങ്ങൾ, അന്നത്തെ തച്ച് അഥവാ ആശാരിമാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആ വീട്ടിലിരിപ്പം. ഞാനിത് കണ്ടതാ. അതാണെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ലെങ്കിലും സൂക്ഷിപ്പുകാരെ പറയുന്നത് ഇതാണെന്ന് എങ്കിലും ഇരിക്കട്ടെ. ആ ചരിത്രം പഠിക്കുമ്പോൾ സ്ഥലമൊക്കെ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തില് ഒരു ലളിതമായ ജീവിതത്തില് യാതൊരു സമ്പൽ സമൃദ്ധിയും ഇല്ലാത്തൊരു വീട്ടില് നിത്യവൃത്തിക്ക് വകയില്ലാത്ത ഒരു തൊഴിലാളി കുടുംബമെന്ന് പറയാൻ മാത്രം വകയുള്ള ഈ നിസ്സാരമായ ഭവനത്തിലേക്ക് ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വന്നു. ഗബ്രിയേൽ ദൂതൻ ദേശത്തെ പണക്കാരെയല്ല നോക്കുന്നത്, ദേശത്തെ ആഠ്യത്വമുള്ള ആചാര്യന്മാരെയല്ല നോക്കുന്നത്. അതിനൊക്കെ കുറെ തെക്കോട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. ഈ വടക്കേറ്റ് താക്കൂട്ടിലാരുമില്ല. എന്നാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് വരുവാൻ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗം അവിടെയുണ്ട്. മറിയോട് പറഞ്ഞത് നീ ദാവീദിന്റെ കുലത്തിൽപ്പെട്ടവളായതുകൊണ്ടാണെന്നല്ല. യോസേപ്പിനോട് മറ്റൊരു അഡ്രസ്സല്ല പറഞ്ഞ വാക്ക് വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. മറിയയെ, നിനക്കു ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. കൃപയുടെ ബന്ധത്തിലാണ്, കൃപയുടെ ശക്തിയിലാണ്, ആ വചനത്തിലാണ് ഈ ഗബ്രിയേലിനെ നീ അങ്ങോട്ട് അയച്ചത് എന്ന് പറഞ്ഞാൽ, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി എന്ന സമുദായക്കാർ ആരാധനയിൽ പാടുകയും പറയുകയൊക്കെ ചെയ്യും. നന്മ നമുക്ക് കൈമാറാൻ കഴിയും, കൃപ കൈമാറാൻ കഴിയുന്ന ഒറ്റ മനുഷ്യനെ ഞാൻ ഈ ഭൂമി കണ്ടിട്ടില്ല. അതെന്റെ ദൈവത്തിന് മാത്രമേ കൈമാറാൻ കഴിയുള്ളൂ. നമുക്ക് കൃപ തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നിങ്ങൾക്ക് പല നന്മകൾ ചെയ്ത പലരുണ്ട്, അതല്ല വലുത്. ആ ദൈവ കൃപ ലഭിപ്പാനിടയായി തീർന്നതോർത്ത് മനം തുറന്ന് ദൈവത്തെ സ്തുതിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മറിയോട് പറയുന്ന വാക്ക്, നിനക്ക് കൃപ ലഭിച്ചു, നമ്മുടെ കർത്താവ് നിന്റെ കൂടെയുണ്ട്. കൃപ തന്നവൻ നമ്മെ വിട്ടുപോകുന്നില്ല. കൃപ തന്നവൻ അവൻ ദാതാവെങ്കിൽ അവൻ ഈ ദാനമായ മനുഷ്യനോട് ആ കൃപയുടെ ബന്ധത്തിലുള്ളതായ സഖ്യം കൂട്ടായ്മ നടത്തും. നിനക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ ഉണ്ട്, അതുകൊണ്ട് നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ലോകസുന്ദരിയായതുകൊണ്ടോ സാമ്പത്തിക ഭദ്രതയായതുകൊണ്ടോ ലോകപ്രകാരമുള്ള യോഗ്യത ഒന്നും അല്ല പറയുന്നത്. ഇന്ന് രാത്രി വന്നിരിക്കുന്ന ജനമേ ഓർത്തുകൊള്ളുക, നമുക്കിവിടെ വരുവാൻ കൃപ തന്ന ദൈവത്തിന്, ഈ കൃപയിലേക്ക് പ്രവേശനം ദൈവത്തിന് നമുക്ക് നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. അതിന്റെ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹാസ്നേഹ മുഖാന്തരമാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെ കർത്താവായ യേശുക്രിസ്തുവിനോട് ജീവിപ്പിച്ച് ഈ ദീർഘവഴി നിർത്തുന്നതിന് സ്തോത്രം ചെയ്യാൻ വകയുണ്ട്. അതാണ് അവിടെ ഗബ്രിയേൽ ദൂതൻ മറിയോട് പറഞ്ഞ വാക്ക്. താഴോട്ട് വായിക്കുമ്പോൾ 7 കൂട്ടം കാര്യങ്ങൾ പ്രവചനീയമായി ഗബ്രിയേൽ മറിയോട് പറയുന്നുണ്ട്. എന്തോടെ പറയുന്നത്? ആ 7 കൂട്ടം കാര്യങ്ങൾ. നീ ഗർഭിണിയായി, കൃപ ലഭിച്ചവളെ വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അടുത്തത്, അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. അടുത്ത വാചകം, ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ 7 പ്രവചനങ്ങൾ. ഒന്നാമത്തേത്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അടുത്തത്,
അവന് യേശു എന്ന് പേരിടണം. അടുത്തത് അവൻ വലിയവനാകും. അടുത്തത് അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനെന്ന് അവൻ വിളിക്കപ്പെടും. അടുത്തത് ഈ 4 കാര്യം നിവർത്തിച്ചു. 5-ാമത്തേതും 6-ാമത്തേതും 7-ാമത്തേതും കർത്താവായ ദൈവത്തിന്റെ പിതാവായ ദാവീദ് സിംഹാസനം അവന് കൊടുക്കും. അടുത്തത് അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നുവന്നേക്കും രാജാവായിരിക്കും. അടുത്തത് അവന്റെ രാജ്യത്വത്തിന് അവസാനം വരികയില്ല. ഈ 4 കാര്യം നിവർത്തിയായെങ്കിൽ എന്തുകൊണ്ട് അടുത്ത 3 കാര്യം നിവർത്തിച്ചുകൂടാ? 1-ാം വരവിൽ ഈ 4 പ്രവചനങ്ങൾ അക്ഷരാർത്ഥം നിവർത്തി കണ്ടുവെങ്കിൽ അടുത്തവന്റെ 2-ാം വരവിൽ നടക്കേണ്ട 3 കാര്യങ്ങൾ ശേഷിച്ചിരിക്കുന്നു. അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അതിന് തടസ്സമായിട്ട് ഒന്നും നിൽക്കുവാൻ ആർക്കും സാധ്യമല്ല. അത് തടസ്സമുണ്ടാകത്തുമില്ല. അങ്ങനെ കന്യകാസുതനായി ജനിക്കുമെന്ന് പറഞ്ഞ പ്രവചനം ഏതാണ്ട് 7.5 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അത് അക്ഷരാർത്ഥ നിവർത്തി കണ്ടതാണെങ്കിൽ വരുവാനുള്ളവൻ വരെ താമസിക്കുകയില്ല. ആ വിശ്വാസയോഗ്യമായ പ്രവചനമാണല്ലോ. അടുത്തത് ഏത് കുലത്തിൽ കൂടെ ഏത് ജാതിയിൽ കൂടെ അവൻ ജനിക്കുമെന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അതിന്റെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്ന് ഓർത്ത് നോക്കുകയും യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ട്. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും വിധിയാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളയും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കും, നമുക്കൊരു മകൻ. അതാ വാക്യം 9:6 4 മുതൽ താഴോട്ടല്ലയോ? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ശ്രദ്ധിച്ച വാക്യം. യെശയ്യാ ഇസ്രായേലിന്റെ പ്രതിനിധിയായി നിൽക്കുക. അവിടെ ഈ പ്രവചനത്തിന്റെ കണ്ടിന്യൂഷൻ പറയുന്നത് കന്യകാസുതനായി പിറക്കുന്നവൻ നമുക്ക് ജനിച്ച ശിശുവാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ കൂടെ. ശിശു എന്ന് പറഞ്ഞാൽ ആണോ പെണ്ണോ എന്നൊന്നുമില്ല, ഒരു നപുംസകലിംഗമാണ് മലയാളത്തിന്റെ വ്യാകരണത്തിൽ. എന്നാൽ അടുത്ത് പറയുന്നത് അത് നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു. അപ്പോൾ വെറും ഒരു ശിശുവല്ല, അത് പുല്ലിംഗ നാമം കൊടുത്തുകൊണ്ട് പ്രവചനം ക്ലിയർ ആയിട്ട് പോകുന്നു, സംശയമില്ല. അത് ഒരു പുരുഷപ്രതിയാണ്, മകനാണ് എന്ന് സമർത്ഥിക്കുന്നു. അടുത്തത് ആധിപത്യം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് ലഭിച്ചെന്ന് വിളിച്ചു പറഞ്ഞ കർത്താവ് അതേ പരിശുദ്ധാത്മാവിൽ തിരുവചനം പറയുന്നു. സകലാധിപത്യങ്ങളും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കപ്പെടേണ്ടതിന് ആധിപത്യം അവന്റെ തോളിൽ തന്നെ ഇരിക്കും. കൈമാറാത്ത ആധിപത്യമാണ്. അടുത്ത വാചകം ആധിപത്യം തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. ഈ വാക്കിന്റെ അർത്ഥം മനസ്സിലായി? അവൻ അത്ഭുത മന്ത്രി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമുക്ക് തന്നെ മന്ത്രിമാര് കുറവാണ്. പക്ഷേ ഇവിടെയൊക്കെ ഈ അത്ഭുതം സൃഷ്ടിക്കുന്ന മന്ത്രിമാരുണ്ടെങ്കിലും അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ള മന്ത്രി നമ്മുടെ കർത്താവേ ഉള്ളൂ. 5 അപ്പവും 2 മീനും കരങ്ങളിലെടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ചപ്പോൾ പട്ടിണിക്കാർക്ക് അപ്പക്കുന്നുണ്ടാക്കി അവരുടെ പ്രശ്നം പരിഹരിച്ച് 12 കൂടെ മിച്ചം കൊടുത്തു വിട്ടു. നമ്മുടെ മന്ത്രിമാരുടെ കയ്യില് 5 കപ്പൽ അപ്പം കൊടുത്തിരുന്നെങ്കിലും ഒരെണ്ണവും പാവപ്പെട്ടവനെ വായിച്ചെല്ലത്തുമില്ല. എന്നാണ് വ്യത്യാസം. നോക്കിക്കേ, അത്ഭുത മന്ത്രി എന്ന് വിളിക്കുന്നതിന് വല്ല തടസ്സവും സാധ്യതയുണ്ടോ? പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് കാനാവിലെ കല്യാണ വീട്ടില് പ്രശ്നങ്ങൾ പരിഹരിച്ച ജനത്തിന്റെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അവൻ ആർദ്രതയോട് ചെയ്തു. അതേ കർത്താവിന്റെ പരിപാടി അതാണ്. എന്നാൽ ഇവിടെ 50,000 ലിറ്റർ വീഞ്ഞുണ്ടെങ്കിൽ ഒടുവിൽ വെള്ളമല്ലാതെ ഒരു തുള്ളി വീഞ്ഞ് ഇവർ വെച്ചേക്കത്തില്ല. ഇതാണ് ഇവിടുത്തെ മന്ത്രിമാര്. അവൻ അത്ഭുത മന്ത്രിയാണ്, ഇല്ലായ്മയിൽ ഉളവാക്കുന്ന ദൈവമാണ്. ആകയാൽ വാക്കുകളുടെ അർത്ഥം അവൻ അത്ഭുത മന്ത്രി, കൊച്ചു ദൈവമല്ല. പലർക്കും ഒരു ധാരണയുണ്ട് പിതാവായ ദൈവത്തോട് സമനായ ദൈവമെന്ന് പറയുമ്പോൾ അല്ലാതെ ഏതാണ്ട് ഇച്ചെറുതാണതാണെന്ന്. അങ്ങനെയല്ല, അവൻ ദൈവാദി ദൈവവും കർത്താദി കർത്താവും പിതാവായ ദൈവത്തോട് സമത്വമുള്ളവനുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ അവൻ വീരനാം ദൈവമാണ്. അടുത്ത വാക്ക് നിത്യപിതാവ്, കൊച്ചു പിതാവല്ല, താൽക്കാലിക പിതാവല്ല.
പിതാവായ ദൈവത്തിന്റെ നിത്യത്വവും നിത്യതയും എന്നുവരെ ഉണ്ടോ അത്രത്തോളം വലിപ്പമുള്ള നിത്യതയുടെ ഉടയവൻ നമ്മുടെ കർത്താവ് തന്നെയാണ്. അവൻ നിത്യദൈവമാണ്, പിതാവാണ്. പിന്നെ അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് മറ്റാർക്കും തരുവാൻ കഴിയുന്നു എടുക്കാൻ കഴിയുന്നുമല്ല എന്ന് പറഞ്ഞ് സമാധാനത്തിന്റെ കർത്താവ്, സമാധാന പ്രഭു എന്നവരോടുകൂടി അവിടെ വരുന്നു. ഇസ്രായേലിൽ കൂടെ ഉത്ഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ലോകരക്ഷിതാവായി വരുന്നത്. ക്രിസ്തു ഉണ്ടായിരുന്നവൻ വന്നതാണ്, അത് ഇവിടെ ഉണ്ടായവനല്ല, ഉണ്ടായിരുന്നവനാണ് ക്രിസ്തു. വാക്കുകളുടെ വ്യത്യാസം മനസ്സിലാകുമല്ലോ. ലോകത്തിൽ നമ്മൾ ആരും ഉണ്ടായിരുന്നവരല്ല, ഇവിടെ ഉണ്ടായവരാണ്. എന്നാൽ നമ്മുടെ കർത്താവ് ഉണ്ടായവനല്ല, ഉണ്ടായിരുന്നവൻ വന്നവനാണ്. ലോകത്തിൽ വന്നവനാണ്. അവന്റെ ദൈവത്വത്തിന്റെ ആ ചുറ്റും മനോഹരമായി ചിന്തിക്കുവാൻ നമുക്ക് പര്യാപ്തമായി തീരുന്നു. അടുത്തത്, ഇത് ശരിയാണോ? ഇപ്പൊ ഈ പറഞ്ഞ കാര്യം, ദൈവാദി ദൈവമായി ഇസ്രായേലിൽ കൂടെ ലോകത്തിലേക്ക് അവൻ വന്നു എന്ന് പറഞ്ഞ പ്രവചനം നിവൃത്തിയായിട്ടുണ്ടോ? ആരെങ്കിലും വരവ് വെച്ചിട്ടുണ്ടോ? ഉണ്ട്. റോമാലേഖനം 9-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യം നിവൃത്തിയായിട്ട് എടുക്കാം. ഇത് മുഴുവൻ പ്രവചനവും നിവൃത്തിയുമായിട്ടാണ് തരുന്നത്. ഇതിന് പള്ളി മാറ്റമില്ല എങ്കിൽ ഇനിയും വരുവാൻ പോകുന്ന നമ്മുടെ ക്ലാസിന്റെ അനന്തര ഭാഗങ്ങൾ പ്രവചനങ്ങൾ തെളിയിക്കുകയാണ്. ആരും സംശയിക്കേണ്ട കാര്യമില്ല. ഇത് പഠിച്ചാൽ കാര്യം ബേസായി. അടുത്തത് റോമാലേഖനം 9-4 മുതൽ വായിച്ചാട്ട്. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. അടുത്തത് ജഡപ്രകാരം, നമ്മുടെ വിഷയം അതാ. ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ലോ, അഥവാ ഇസ്രായേലിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. പ്രവാചകൻ പറഞ്ഞു വെച്ച 740 പ്രവചനം തെറ്റുവല്ലോ വന്നു. പൗലോസ്ലീഹ 1-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം കഴിഞ്ഞ് എഴുതുകയാണ്, അവർ ഇസ്രായേലിലാണ്, അവൻ ഇസ്രായേലിൽ കൂടെയാണ് ലോകത്തിലേക്ക് വന്നത്. പ്രവചനം തെറ്റിപ്പോയ വല്ലതും. അടുത്ത വാക്ക്, അവൻ സകലത്തിനും മീതെ ദൈവമായി എന്നുവെന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. സകലത്തിനും മീതെ ദൈവാദി ദൈവമായി എന്നുവെന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ് മശിഹാ തമ്പുരാൻ ക്രിസ്തു എന്ന് ആ പ്രവചനം ഇവിടെ വരവ് വെച്ച് കഴിഞ്ഞു. വിശ്വസിക്കാമോ? വിശ്വാസയോഗ്യമാകാമോ? അത് വിശ്വാസയോഗ്യം തന്നെ. ക്രിസ്തു യേശു ഭാവികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് ഏവർക്കും വിശ്വാസയോഗ്യമായ വചനം തന്നെ എന്ന് പറയുന്ന പോലെ ഈ പ്രവചനങ്ങളാകമാനം വിശ്വാസയോഗ്യം തന്നെ. അടുത്തത്, ഇവിടെ ജനിക്കണം. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ആരും ജനിക്കുമെന്ന് പറഞ്ഞിട്ട് ജനിച്ചവരല്ല. നമ്മുടെ പിതാക്കന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ആ വഴി അനുസരിച്ചൊക്കെ നമ്മൾ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു. പിന്നാണ് നമുക്ക് അഡ്രസ് ഉണ്ടായത്. എന്നാൽ നിത്യതയുടെ അഡ്രസ് നിലനിർത്തിക്കൊണ്ട് യാതൊരു കുറവും കൂടാതെ നിറവോടുകൂടെ തിരുവെടുത്ത് വ്യക്തമായി പറഞ്ഞു അവൻ എവിടെ ജനിക്കണമെന്ന്. ഒരു കാര്യം വിടുന്നില്ല. ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്താലും ദിവസങ്ങളങ്ങ് പോകും. പക്ഷെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാനല്ല, ഇത് വരുവാൻ പോകുന്ന സബ്ജക്റ്റുകളുടെ തെളിവെടുക്കുകയാണ്. ആ തെളിവെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസയോഗ്യമാകുവാൻ ഈ ഒരു ബേസ് ഉറപ്പിച്ചേച്ച് ഞാൻ അടുത്ത ഭാഗത്ത് കിടക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് എന്താ മനസ്സിലായിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം നടക്കേണ്ട സ്ഥലത്തെ കുറിച്ച് 800 കൊല്ലത്തിന് മുമ്പ് പ്രവാചകൻ മീഖ എഴുതിയ 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, നിങ്ങൾ 1-ാം വാക്യം മുതൽ അങ്ങ് വായിച്ചു. അത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടില്ല, ഒന്ന് വായിച്ചാട്ടെ. ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മകളെ പടക്കൂട്ടമായി കൂടുക, അവൻ നമ്മുടെ നേരെ വാടുകോരുന്നു. ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നു. ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്തടിക്കുന്നു. അടുത്തത്, നീയോ ബേത്ലഹേമേ എഫ്രാത്തേ, യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായവൻ എനിക്ക് നിന്നിൽ നിന്നും ഇസ്രായേലിന്റെ ന്യായാധിപത്യവും സർവാധിപത്യവും ഏറ്റെടുക്കേണ്ട രാജാവ് എനിക്ക് പുറപ്പെടേണ്ടത് ബേത്ലഹേമേ നിന്നിലൂടെയാണ് എന്ന് പറഞ്ഞാൽ യേശു ബേത്ലഹേമിൽ ജനിക്കുമെന്ന് എഴുതി വെച്ച വചനമാണ്. അടുത്ത വാക്കെന്തുവാ? അവന്റെ ഉത്ഭവം അവിടെയല്ല. അവൻ ബേത്ലഹേമിൽ ജനിച്ചുവെങ്കിൽ ബേത്ലഹേംകാരനല്ല.
അവൻ നിത്യതയിൽ രാജാതിരാജാവായി വാണരുളിയ സർവാധിപതിയാണ്. അവൻ ബേത്ലഹേമിൽ ഭൂജാതനാകുന്നത് പണ്ടേ ഉണ്ടായിരുന്നവനാണ്. ആ ബേത്ലഹേമിൽ ജനനമെടുക്കുന്നത്. കാര്യങ്ങൾ എന്ത് ക്ലിയർ ആയിട്ടാ പോകുന്നത്. അപ്പോൾ യേശു ജനിക്കേണ്ടത് ബേത്ലഹേമിലാണെന്നും അവിടെ ജനിച്ച യേശു അഥവാ ശിശു പണ്ടേ ഉണ്ടായിരുന്നവനാണെന്നും അവൻ ലോകത്തിൽ വരുമ്പോൾ ഇസ്രായേലിന്റെ അധിപതിയായി വരുന്നവനെന്നും ഇസ്രായേലിന്റെ അധിപതിയെ അവർ നിർത്തയെ ഉപദ്രവിക്കുന്നുള്ള സകല കാര്യങ്ങളും ആ വാക്യത്തിൽ വന്നില്ലേ? ഇത് 100ക്ക് 100 നിവർത്തിച്ചില്ലേ? എങ്കിൽ പിന്നെ എന്തിനു സംശയിക്കുന്നു? വാക്യങ്ങള് മുമ്പോട്ട് നീങ്ങണം. ഒരു ശ്രദ്ധ നിങ്ങൾക്ക് പ്രത്യേകം ഉണ്ടാകണം. എന്റെ കർത്താവ് ഈ പുസ്തകത്തിലെ ഒരവാക്യം പോലും വെറുതെ തിരുവെഴുത്തുകൾക്ക് ഒരു വ്യത്യാസം വരുവാൻ തന്റെ പുത്രന്റെ ജനനത്തിന് വഴിയൊരുക്കിയ സ്ത്രീയായ ആ മറിയാമിനോട് ഒരു കരുണ കാണിക്കേണ്ടതാണെങ്കിലും കാണിച്ചു. ഈ ബേത്ലഹേം ജനിക്കുമെന്ന് പ്രവചനം എഴുതി വെച്ചിട്ട് 100 കൊല്ലം മുമ്പ് സമയം വന്നപ്പോൾ കന്യമറിയാമൊരുവായ ക്രിസ്തു അത് ജനനമെടുക്കേണ്ടത് ബേത്ലഹേമിലാണെന്ന് മറിയോട് ആരും പറഞ്ഞതായിട്ട് ദൂതനും പറഞ്ഞിട്ടില്ല, മറ്റാരും പറഞ്ഞിട്ട് അറിവ്. പിന്നെ ഇങ്ങനെ ഈ ബേത്ലഹേമിൽ ജനനം വന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഔഗസ്തോസ് കൈസർ റോമൻ കൈസർ സെൻസസ് എടുക്കുവാൻ വേണ്ടി പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ലോകം മുഴുവൻ ഡിക്ലെയർ ചെയ്തോ. അത് ജനനം നമ്മുടെ ഏത് മലമണ്ടയ്ക്ക് താമസിച്ചാലും സെൻസസ് എടുക്കുന്നതിന് അവിടെ കയറി വരും. എന്നാൽ റോമായുടെ നിയമം അതല്ല. അവരുടെ പിതൃഭവനങ്ങളിൽ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട അവിടെ വന്ന് പേർ ചേർത്തണമെന്ന നിയമം. ഈ നിയമം സകലർക്കും ബാധകമാണ്. ഇത് പെട്ടെന്നുണ്ടായ ഒരു കൽപ്പനയാണ്. ആ കൽപ്പന പ്രകാരം അതേ യോസേപ്പും പൂർണ്ണ ഗർഭിണിയായ ഈ സ്ത്രീയുമായിട്ട് ആ വടക്കേ ഗലീലയിലെ നസറേത്തിൽ നിന്ന് വീണും എഴുന്നേറ്റും വലിഞ്ഞും അതേ കഷ്ടപ്പെട്ട് സൂപ്പർസോണിക് വണ്ടിയോ കുതിരവണ്ടിയോ കാളവണ്ടിയോ കഴുതവണ്ടിയോ വാഹനമോ ഒന്നുമില്ലാത്ത ഈ പാവപ്പെട്ട കുടുംബം അതെ എന്ത് കഷ്ടപ്പെട്ടാണ് ക്ലേശം സഹിച്ചാണ് ഈ വടക്കേ അറ്റത്തു നടന്ന് തെക്കേ അറ്റത്ത് ചെയ്യുന്നത്. സ്ത്രീകൾക്കെങ്കിലും അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? തന്റെ വചനത്തോട് അതെല്ലാം ഗലീലയിലൊക്കെ പ്രസവം നടന്നാലാണ് തെറ്റിപ്പോകുമോ? എന്റെ ദൈവം ഇതിനകത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു വള്ളിയും പുള്ളി ഭേദഗതി വരുത്തത്തില്ലെന്ന് യേശു പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ ഞാൻ പറയാണ്. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വള്ളിയോ ഒരു പുള്ളിയോ അത് മാറ്റപ്പെടുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും മാറുന്ന എളുപ്പമെന്നാണ് യേശു പറഞ്ഞത്. എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആ പാവപ്പെട്ട സ്ത്രീയും യോസേഫും കൂടെ നടന്ന് വലഞ്ഞ് നേരെ ബേത്ലഹേമിൽ ചെന്നു. ഇതൊക്കെ ഏറ്റവും ദിശായുടെ നഗരം, ദാവീദിന്റെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്ന നഗരമാണ്. നമ്മള് പഠിച്ച് ഇരിക്കുന്ന ഒരു പ്രമാണം അനുസരിച്ച് യേശുക്രിസ്തുവിനെ വഴിയമ്പലത്തിൽ പ്രസവിച്ചു എന്നാണ് പലരും ആ വിഷയത്തെക്കുറിച്ച് സമർത്ഥിക്കുന്നതും കേട്ടിട്ടുള്ളതും ഒക്കെ. എങ്ങനെ ഞാൻ ഇംഗ്ലണ്ടിൽ ചെന്ന സമയത്ത് ചില പണ്ഡിതന്മാരുമായി ഈ വിഷയം അവിചാരിതമായി ഒന്ന് ചർച്ച ചെയ്യുവാൻ അവസരം. അപ്പോൾ അവരെ ആ വേദവാക്യം എടുത്ത് എന്നെ കൊണ്ട് തന്നെ വായിപ്പിച്ചു. ഞാൻ അങ്ങനെ എതിർച്ചിട്ടു. അപ്പൊ അവര് പറഞ്ഞു, ഈ ശിശുവും പ്രസവിച്ച മാതാവുമായിട്ട് വഴിയമ്പലത്തിൽ ചെന്നപ്പോൾ കിടത്താൻ സ്ഥലമില്ല. ശരിയാണോ? വഴിയമ്പലത്തിൽ സ്ഥലമില്ലായി കൊണ്ട് പൊൾക്കൂട്ടി കിടത്തിയെന്ന. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിനെക്കുറിച്ച് കൂടുതൽ പഠനം ആവശ്യമായി വന്നപ്പോൾ അതിന് തെളിവുകൾ. ഈ വഴിയമ്പലത്തിന് ഒരു 50 മീറ്റർ ദൂരത്തിൽ ആ ബേത്ലഹേമിലെ ജങ്കൊക്കെ വാരിയിടുന്ന ഒരു വലിയ ഗുഹയുണ്ട്. ആ ഗുഹയുടെ വാതുക്കൽ ഇരുട്ടാണ്. സാമാന്യ ദൈവഭക്തിയും മാർഗാചാരങ്ങളുടെ നിലവാരങ്ങളൊക്കെ ഉള്ളതായ ആ സ്ത്രീയെ അതിന്റെ അച്ചടക്കത്തോടു കൂടെ ആ ഇരുണ്ട സ്ഥലത്ത് ബേത്ലഹേമിൽ ചെന്ന ഉടനെ ആ സ്ഥലത്തോട്ട് മാറി അവിടെയാണ് യേശുക്രിസ്തുവിനെ പ്രസവിച്ചതെന്നാണ് ഞാൻ അതിന്റെ പുസ്തകങ്ങളോട് വെച്ച് കാണുകയുണ്ടായിരുന്നു. ഒത്തിരി ന്യായങ്ങൾ സ്ഥാപിച്ചെഴുതിയിട്ടുണ്ട്. ഏതായാലും ബേത്ലഹേമിൽ ജനനം, അതിന് വഴിയമ്പലം ജനനമെന്ന് വാദിക്കുന്നവർക്ക് വഴിയമ്പലത്തിൽ കിടത്താൻ നോക്കിയതേ ഉള്ളൂ, ജനിച്ചെന്നില്ല. അത് വേദപുസ്തകത്തിന്റെ വാക്യത്തിലും. അങ്ങനെ
സർവ്വലോകത്തിന്റെ സൃഷ്ടാവായ തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ തനിക്ക് ജന്മം കൊടുക്കാൻ ഒരു സ്ഥലം പോലും യോഗ്യമായത് ഇവിടെ ലഭിച്ചില്ല. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവം കീറ്റപ്പഴം തുണിക്കകത്ത് കാണപ്പെട്ട ഒരു ദരിദ്ര ശിശുവായി തീർന്നത്. പൗലോസിന്റെ ഭാഷയിൽ പറയാം, നമ്മൾ ദരിദ്രരെ സമ്പന്നരാക്കുവാൻ പരമസമ്പന്നനായ ഒരു മഹാദരിദ്രനായി അവൻ മനുഷ്യാവതാരം എടുത്ത കൃപ നിങ്ങൾ മറക്കരുതെന്ന് പൗലോസ് പറഞ്ഞു. അത് നമ്മളുടെ കൃപയുടെ അങ്ങേയറ്റത്തെ ദൈവത്തിന്റെ പ്രദർശനമാണ് തന്നെ പുത്രന്റെ മരണത്തെ ജനനത്തെ ഇത്രത്തോളം നാം ഒരു സ്ഥലത്ത് കൊണ്ട് എത്തിച്ചത്. അങ്ങനെ പുൽക്കൂട്ടിൽ യേശുവിനെ കിടത്തി. കിടക്കുമെന്ന് വിദ്വാൻമാരും ഒക്കെ വന്ന് കണ്ട കാര്യങ്ങളും ആട്ടിടയന്മാരും വന്ന് കണ്ട കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ പുൽക്കൂട്ടിലല്ല വിദ്വാൻമാർ കണ്ടത്. അത് ഈ ക്രിസ്മസ് കാലമൊക്കെ അടുത്ത് വരുന്നല്ലോ. തൊട്ടിയും പശുവിനെയൊക്കെ കാണിക്കുന്നവർ സൂക്ഷിച്ചോണം. യേശുവിനെ ആ വീട്ടിൽ ചെന്ന് വിദ്വാൻമാര് കണ്ടെന്ന ഏകദേശം 2 കൊല്ലത്തെ സമയമായിട്ടുണ്ട്. ഈ പോയ വിദ്വാൻമാര് കിഴക്കൂന്ന് വന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയോ ജപ്പാനോ ചൈനയോ ആയിരിക്കാം അവരുടെ സ്ഥലം. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അസ്ട്രോളജേഴ്സ് എന്നറിയപ്പെടുന്ന മഹാരഥന്മാരുടെ ജന്മനാടാണ് നമ്മുടെ ഭാരതം. അല്ലെങ്കിൽ പൊക്കോട്ടെ ചൈനയോ അതെ മറ്റേ അടുത്ത ജപ്പാനോ ആയിക്കോട്ടെ, നമുക്കതിന് വാദിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അതെ നമ്മുടെ കർത്താവിന്റെ ജനനത്തെ സംബന്ധിച്ച് വാനശാസ്ത്ര നിരീക്ഷകനായ വിദ്വാൻമാര് വാനശാസ്ത്ര പഠനം അഥവാ നക്ഷത്ര പഠനത്തിനകത്ത് മനസ്സിലായി ലോകത്തെ ഭരിക്കേണ്ട ഒരു രാജാവ് ബേത്ലഹേമിൽ ജനിച്ചിട്ടുണ്ടെന്ന് ഇവർക്ക് വാർത്ത കിട്ടി. പുരാതന ചൈനയ്ക്ക് ഉള്ളിലെ പഠനത്തിലും കാര്യങ്ങളുടെ വിവരണത്തിലും ഒക്കെ അത് യഹൂദന്മാരുടെ ഇടയിൽ നിന്നൊരു ലോകാധിപതി വരുമെന്നും ആ വ്യക്തി അവിടെ ജനിക്കുമെന്നും എല്ലാമുള്ള ഐതിഹ്യങ്ങൾ അവിടെ പരന്നിരുന്നതായിട്ട് തെളിവുണ്ട്. ഏതായാലും അവർ മനസ്സിലാക്കി 3 പേര് കൂടി വന്നത് എവിടെയാണെന്നറിയാമോ? നിങ്ങൾ മത്തായി 2 നിങ്ങൾക്ക് അതിന് തെളിവ് തരേണ്ട ആവശ്യമുണ്ടല്ലോ. മത്തായി 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം വായിച്ചാട്ടെ. അവിടെ വിദ്വാൻമാര് വന്നു 3 പേര്. അവിടെ വന്ന് ഹേരോദ രാജാവ് കൊട്ടാരത്തിലായിരിക്കണമല്ലോ രാജാവ് ജനിക്കുന്നത്. അറിയാൻ രാജാവിനെ കാണാനല്ലേ യഹൂദന്മാരുടെ അങ്ങനല്ലേ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഒരു രാജാവിനോടായി ഇവർ ചോദിക്കുന്നത്. സാമാന്യക്കാര് കഴുത്ത് കണ്ടിക്കാനോ വെടിവെക്കാനോ കൊല്ലാനോ അധികാരമുള്ളവനാ സിംഹാസനത്തിലെ രാജാവിനോട് ചോദിക്കുക, പിറന്നത് എവിടെ പറഞ്ഞു? നമുക്ക് തോന്നുന്നു വലിയ കാണിച്ചു തരാമെന്നുള്ള മട്ടിലേക്ക് വന്നേക്കുന്നത്. എന്നാ ഇവിടെ കാണാൻ വല്ല പിള്ളേർ ജനിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ആരും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചൊരു സവിനയത്തിലല്ല, വലിയ അധികാര നിലവാരത്തിൽ ആ ചോദ്യമൊക്കെ വന്ന്. ഏതായാലും വാസ്തവത്തിൽ ഏരോദാവ് ഭയങ്കരനൊക്കെ ആയിരുന്നെങ്കിലും അവിടെ അദ്ദേഹം ഒന്ന് സൗമ്യനെ ചോദിച്ചറിഞ്ഞു. വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിവരമുള്ളവരെയും എല്ലാം കൊട്ടാരച്ചെലവിൽ വരുത്തി ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ ഇരുത്തി ക്രിസ്തു എവിടെയാണ് ജനിക്കേണ്ടതെന്നാ ഹേരോദാവ് ചോദിക്കുന്നത്. ഉണ്ടോ? അതാണ് നിങ്ങൾ നോക്കി. അത് രാജാവ് ജനിക്കേണ്ട എവിടാന്ന് ചോദിച്ചിട്ടില്ല. രാജാവിനെ തിരക്കി വന്നവർക്ക് മറുപടി കൊടുക്കുവാൻ യഹൂദന്മാരുടെ അധിപതികളോട് ഹേരോദാവ് ചോദിക്കുകയാണ്, ക്രിസ്തു എവിടെയാണ് ജനിക്കേണ്ടത്? ഇവരോടാരാ പറഞ്ഞ ക്രിസ്തുവാ ജനിച്ചതെന്ന്? ഈ ഹേരോദാവിന് എങ്ങനെയാ മനസ്സിലായത് ക്രിസ്തുവാ ജനിച്ചതെന്ന്? നമ്മുടെ പരസ്യങ്ങളുടെ പരസ്യ പ്രസംഗങ്ങൾ പോലെ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് അറിയിക്കുന്ന ഒരു തലമുറ അത് ഏത് കാലത്തും ഉണ്ടായിരുന്ന പോലെ അദ്ദേഹം എങ്ങനെയോ അത് മനസ്സിലാക്കി ക്രിസ്തു മനുഷ്യാവതാരം എടുത്തു വരുമെന്ന് അത് മനസ്സിലാക്കിയിരുന്നവൻ യഹൂദന്മാരുടെ രാജാവിനെ കുറിച്ച് അന്വേഷിച്ചില്ല, ക്രിസ്തു എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചു. അദ്ദേഹം അവരെ പരിശ്രമിച്ചു. നമ്മുടെ മഹാപുരോഹിതന്മാരും ശാസ്ത്രന്മാരും എല്ലാം കൂടെ ഏടുകൾ എടുത്തിട്ട് വ്യാഖ്യാനിച്ചു. ഏടുകൾ താഴെ ഉണ്ടെന്ന് നിങ്ങൾ നോട്ട് ചെയ്തുകൊണ്ടാൽ മതി. അവിടെ എഴുതിയിരിക്കുന്നു, ക്രിസ്തു ജനിക്കുന്നത് ബേത്ലഹേമിലാണ്. ആ മീഖ 5:2 വാക്യമെടുത്ത് കൊട്ടേഷനിൽ കൊടുത്തിരിക്കുകയാണ്, യേശു ബേത്ലഹേമിൽ ജനിക്കണം. സംശയം തോന്നും. വിദ്വാൻമാര് ഹേരോദാവിനോട് മറുപടി പറഞ്ഞ് യാത്രയായപ്പോൾ ഹേരോദാവ് പറഞ്ഞു, എനിക്കും പോയി അവനെ നമസ്കരിക്കണം. കുശാഗ്ര ബുദ്ധിയായവൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ച് ഇതുവഴി വന്ന് വിവരം എനിക്ക് തന്നിട്ട് പോകണം. പക്ഷേ ജീവിപ്പിക്കാനല്ല, കൊല്ലാനുള്ള തീരുമാനം അവളുടെ മനസ്സിലിരിക്കുന്നത്. ദൂതനത് സ്വർഗം അറിഞ്ഞു. ദൂതനോട്
വിദ്വാൻമാരെ അവർ പ്രത്യക്ഷമായി പറഞ്ഞത്, നിങ്ങൾ ആ വഴി തിരിച്ചു പോകരുത്, നിങ്ങൾ മറ്റു വഴിയെ പോകണം പറഞ്ഞ് അവരെ തിരിച്ചു വിട്ടു. തമ്പുരാന് വഴി പറഞ്ഞു കൊടുക്കാനും അറിയാം, വഴി അടയ്ക്കാനും അറിയാം, വഴി തുറക്കാനും അറിയാം, തിരിച്ചു വിടാനും അറിയാം, കൂട്ടിക്കൊണ്ട് വരാനും അറിയാം. തന്റെ പദ്ധതിയൊക്കെ ഇതിനകത്തൊന്നും പാളിപ്പോയിട്ടില്ല. അങ്ങനെ ആ വിദ്വാൻമാരെ കണ്ടിട്ട് ഒന്നുപോലെ കുതിരൊക്കെ കാഴ്ചവെച്ചിട്ട് അവിടുന്ന് അവര് കിടന്നു. കുപിതനായ ഹെരോദാവ് ഈ വിവരം മനസ്സിലാക്കി കണക്ക് കൂട്ടി 2 വയസ്സിൽ താഴെയുള്ള സകല കുഞ്ഞുങ്ങളെ കൊല്ലുവാനിടയായത് അപ്പോൾ യേശു ജനിച്ചിട്ട് ഏകദേശം 2 വർഷമായി എന്നതാണ് അതിന്റെ കണക്ക്. അപ്പോഴേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്റെ മകനെ മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തുന്നുള്ള പ്രവചനത്തിന് നിവർത്തി കാണുവാൻ ദൂതൻ പറഞ്ഞു, അമ്മയും അപ്പനും കുഞ്ഞും കൂടെ പോകണം. അവര് പോയി സമയത്ത് ഹെരോദാവ് മരിച്ച ശേഷം തിരിച്ചു വരികയൊക്കെ ചെയ്തു. ഇതൊക്കെ 100% നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാകുന്ന തിരുവെഴുത്തുകളാണ്. അതുകൊണ്ട് ബേഥലഹേമിൽ ജനിക്കുമെന്ന് പറഞ്ഞത് നിവർത്തിപ്പാൻ ദൈവം ഉപയോഗിച്ചത് റോമൻ കൈസറിയാണ്. അല്ലെങ്കിൽ ആ തിരുവെഴുത്ത് നിവർത്തിക്കത്തില്ല. മറിയ ബേഥലഹേമിൽ വരത്തുമില്ല, ക്രിസ്തുവിനെ അവിടെ പ്രസവിക്കത്തുമില്ല. ഈ വാക്യത്തിലെ ഒരു അരവാക്യം നിശ്ചയിക്കാണ്ട് പോയാൽ യുക്തിവാദികൾ വിടത്തില്ല. എന്നാൽ എന്റെ ദൈവത്തിന്റെ വചനം ശുദ്ധമാണ്, അത് സത്യമാണ്, അതിന്റെ സാരം സത്യമാണ്, അത് ചോദ്യം ചെയ്യപ്പെടാതല്ല. അതുകൊണ്ട് ആ തന്റെ പുത്രന്റെ ജനനത്തിന് പോലും അരവാക്ക് വിട്ട് വീഴ്ച കാണിക്കാത്ത ദൈവം എത്ര വിശ്വസ്തനെന്നാണ് ഇന്നലെ പറഞ്ഞിട്ട് എല്ലാവരും ഉയർത്തിയ കൂടി അവിടെ ഉയർത്തേണ്ടത് തിരുവെഴുത്തിന്റെ സാധ്യത വശം അത് പർവ്വത പ്രദേശമായ അതേ യെരൂശലേമിന്റെ പരിസരങ്ങളാണ്. അത് വെച്ചുകൊണ്ട് അത് ഇന്നലെ സംഭവിച്ച കാര്യമല്ലോ. അവിടെ ഈ അരവാക്യന്റെയും വിട്ടുവീഴ്ച കാണിച്ചില്ല. ദൈവമക്കളെ, ഈ വചനം സത്യമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ എങ്കിൽ ഞാൻ ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം വിശ്വാസ യോഗ്യമാണ്. ഈ വചനം വിശ്വാസ യോഗ്യം തന്നെ. അപ്പോൾ അവിടെ വരെ എത്തിയല്ലോ ജനനം. അത് കഴിഞ്ഞു യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ 5 ജീവിതകാലത്ത് നിവർത്തിക്കുമെന്ന് പറഞ്ഞ പ്രവചനങ്ങളുടെ ഒരുപാട് വശങ്ങളിലോട്ടൊന്നും ഞാൻ പോകാൻ എനിക്ക് സമയമില്ല. ഒത്തിരി സബ്ജക്റ്റുകൾ എന്റെ മുമ്പിൽ കിടപ്പുണ്ട്. കുറെ അല്പവും സ്വല്പവും ഒക്കെ പറഞ്ഞു തീർക്കേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടോട്ട് നിർത്തിയിട്ട് അടുത്തത് യേശുക്രിസ്തു ഈ ലോകത്തിൽ വരുമ്പോൾ കയറുന്ന വാഹനം ഏതാണെന്ന് അതിന് 500 വർഷത്തിന് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സെക്കൻഡ് 9:9 വായിക്കാം. അതിന് നിവൃത്തിയായ മത്തായി 21:2 മുതൽ വായിക്കാം. അപ്പോൾ അത് പ്രവചനമാണ് സെക്കറിയാവിൽ പറഞ്ഞത്, എങ്കിൽ നിവൃത്തിയാണ് മത്തായി പറഞ്ഞത്. വായിച്ചാണ് സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാന് ജയശാലി താഴ്മയുള്ളവന് കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി അവൻ നിന്റെ അടുക്കൽ വരുന്നു. ഇസ്രായേലിന്റെ രാജാവ് നമ്മുടെ കർത്താവ് ലോകത്തിൽ വരുമ്പോ ലോക ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. രാജാക്കന്മാർ ഒരു കാരണവശാലും കഴുതപ്പുറത്ത് യാത്ര ചെയ്യാൻ പാടില്ല എന്നത് ലോകത്തിന്റെ പ്രമാണം. അവർ കുതിരപ്പുറത്ത് സവാരി ചെയ്തിരിക്കണം. ഇല്ല, നിവൃത്തിയില്ലാത്തൊരു സാധനം കോവർ കഴുത വരെ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കഴുതപ്പുറത്ത് രാജാവ് കയറുവാൻ അനുവാദമില്ല, ചരിത്രമില്ല, പാരമ്പര്യമില്ല. എന്നാൽ ചെയ്യേണ്ട ഒരു കോൺട്രഡിക്ഷൻ തോന്നുമാറ് ഇസ്രായേലിന്റെ രാജാവാണ് പെൺകഴുതയുടെയും മാത്രമല്ല ഒരാളിന് കയറുവാൻ അതിന്റെ കുട്ടിയായ ചെറുകഴുതയുടെയും പുറത്ത് കയറി നിന്റെ അടുക്കൽ വരും. ഇത് ഓശന്റെ ഞായറാഴ്ചത്തെ സംഭവമാണ്. എഴുതി വെച്ചത് BC 500 സെക്കറിയാവ്. ഈ പ്രവചനം അത് നിവർത്തിപ്പാൻ കർത്താവ് നേരത്തെ നോട്ടീസ് അടിച്ച് ഒന്നും പട്ടണമോ പട്ടണക്കാരെ ഒന്നും അറിയിച്ചിരുന്നില്ല. പർപ്പസിന് നോട്ടീസും ഒന്നുമില്ല, പത്രപരസ്യം ഒന്നുമില്ല. രാവിലെ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇതേയുള്ള ഗ്രാമത്തിൽ ചെന്ന് 21:2 വായിച്ചാട്ടി പറഞ്ഞ് നിവൃത്തിയായോ എന്ന് നോക്കിക്കാട്ട്. ഒരാളിൽ കയറാൻ 2 കഴുത വേണ്ട. പക്ഷെ പ്രവാചകൻ അബദ്ധമോ സുബദ്ധമോ പറഞ്ഞു പോയത് ഈ തിരുവെഴുത്ത് വെട്ടിക്കുറച്ചില്ല. മുൻപേ ഞാൻ പറഞ്ഞതുപോലെ ഒരു വാക്കു വിടാതെ അരവാക്യം മാറ്റാതെ അതുപോലെ നിവർത്തിപ്പാൻ യേശു കൽപ്പന കൊടുത്തത് വായിച്ചു നോക്കിക്കാട്ട്. നിങ്ങൾക്കെതിരെയുള്ള
എതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചുകൊണ്ട് അവയെ കൊണ്ടുവരാനാ പറഞ്ഞു. അടുത്ത വാക്ക്, നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ പോയി എതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് ഈ പെൺകഴുതയും ആ കുട്ടിയും അഴിച്ചുകൊണ്ട് കർത്താവിന്റെ അടുക്കൽ വന്നു. കർത്താവ് അതിന്മേൽ വാഹനമേറി യെരൂശലേം നഗര വീഥികളിലൂടെ ദൈവാലയ അങ്കണത്തിൽ പ്രവേശിച്ചു. നിങ്ങൾക്ക് അറിയാമോ, യെരൂശലേം നഗര വീഥികൾ നോട്ടീസ് ഇല്ലാതെ, വാൾപോസ്റ്റ് ഇല്ലാതെ, പത്രപരസ്യമില്ലാതെ അവരെ ജനനിബിഡമായി തീർന്നു. ഇസ്രായേൽ ജാതി കണ്ടിട്ടില്ലാത്ത ജനസാന്ദ്രത, അത് തിങ്ങി വിങ്ങി നിറഞ്ഞു കവിഞ്ഞ് ജനങ്ങൾ വന്നു. വൃക്ഷത്തിന്റെ കൊമ്പുകൾ വെട്ടിയിടുന്നു, അത് തുണി വഴി വീഴിക്കുന്നു. എന്തിന്? ദാവീദുപുത്രൻ ഹോശന്ന അത്യുന്നതങ്ങളിൽ അത് ദൈവത്തിന്റെ പുത്രൻ ഒഴുകി വരുന്ന കാഴ്ച കണ്ട ജനം ആ തട്ടകത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അങ്ങനെയുണ്ട്. പെട്ടെന്ന് ഒരു ജനസാന്ദ്രത ഉണ്ടാകുവാൻ വലിയ പരസ്യവും പ്രയാസമൊക്കെയുണ്ട്. എന്റെ കർത്താവിനെ നിമിഷങ്ങൾ കൊണ്ട്, നമ്മളൊരു ജീവിതകാലം ചെയ്യുന്ന കാര്യം നമ്മുടെ കർത്താവിന് നിമിഷങ്ങൾ കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയുമെന്നുള്ളതിന് ഇതിനപ്പുറം എന്താ തെളിവ് വേണ്ടത്? ആ കാര്യം അതുപോലെ സംഭവിച്ചല്ലോ. യേശു ദൈവാലയത്തിന്റെ അങ്കണത്തിൽ വന്ന് ഈ കഴുത സവാരി നിർത്തി. അവിടെ നിർത്തി കഴിഞ്ഞ് ജനങ്ങളെല്ലാം രാജാവാക്കാൻ ദാവീദ് മോശൻ എന്ന് പാടി. അങ്ങനെ രാജാവാക്കാനുള്ളതായ ആ നിലയിലുള്ള ഗീതവും താളവും പാട്ടും ഉത്സവവും അങ്ങനെയുള്ളതായ ഒരു വരവേൽപ്പുമാണ് കിട്ടിയത്. അവിടെ ചെന്ന് രാജാവാകാനല്ല നോക്കിയത്, തൻ്റെ ആലയം വീണ്ടെടുക്കാൻ വേണ്ടി ആ ദൈവാലയത്തിലോട്ട് ചെന്ന് ചമ്മട്ടി കെട്ടി കയറുണ്ട്. ആ ദൈവാലയത്തിനകത്ത് കടന്നു വരരുതാത്ത ജീവികളുടെ ഒരു താവളമായിട്ട് മാറിപ്പോലെങ്കിൽ കള്ളന്മാരുടെ ഗുഹയുമായി. എന്നാൽ അത് കണ്ട് കണ്ണടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് പോകുന്ന കർത്താവല്ല. ചെറിയ അങ്ങോട്ട് ആലയത്തിലോട്ട് കയറി കാളകളെയും ആടുകളെയും പ്രാക്കുകളുടെ അതേ കച്ചവടക്കാരെയും അത് എക്സ്ചേഞ്ച് സെന്ററുകളെയും എല്ലാം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത്, ആയിരക്കണക്കിന് കാള കാണണം, യാഗം കുറയുന്നുവല്ല നടക്കുന്നത്. കാളക്കച്ചവടം ദൈവാലയത്തിലായി, ആട്ടുകച്ചവടം ദൈവാലയത്തിലായി, ചുരുക്കി കച്ചവടം മുഴുവൻ ദൈവാലയത്തിലായി. ഇന്റർനാഷണൽ യഹൂദന്മാർ വരുന്ന സ്ഥലമായതുകൊണ്ട് എക്സൈസ് സെന്റർ എല്ലാം അതിനകത്തായി. ചുരുക്കി ദൈവത്തിനൊന്നും അതിനകത്തില്ല. ഈ മൂപ്പന്മാരുടെ കച്ചവടവും ലാഭവും അല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ യേശു അതിനെ വെച്ചുകൊണ്ടല്ല ശുദ്ധീകരണം, അടിച്ചോടിച്ചുകൊണ്ട ശുദ്ധീകരണം. ആകാത്തതിനെ പുറത്താക്കിക്കൊണ്ട് അത് ആകന്റെ രൂപം ബോധ്യപ്പെടുത്തിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞത്, ഇതെന്റെ ആലയമാണ്, ഇത് പ്രാർത്ഥിക്കാനുള്ള ആലയമാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ആരാധിക്കാനുള്ള ആലയമാണ്. ഇതിന്റെ പ്രമാണികളെല്ലാം കൂടി കള്ളന്മാരെ ഓയാക്കിയിരിക്കുകയാണ്. ഈ ആലയത്തിൽ വീണ്ടെടുപ്പുള്ളത് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഗർജന സ്വരത്തിൽ അത് ഈ ജാതിയോട് അവിടെ സംസാരിക്കുകയും ഇടപെടുകയും ദൈവാലയം വീണ്ടെടുക്കുകയും ചെയ്തു. എന്താ സങ്കല്പിക്കാമോ? ഒരു 100 കാള കെട്ടിഴിഞ്ഞ് പോയാൽ എന്തായിരിക്കും നടക്കുന്നത്? കഴിച്ചും കൂട്ടും ആട്ടുംകൂട്ടങ്ങളും. അന്ന് അതിന്റെ തലേക്കൊല്ലം മഹാപുരോഹിതനായിരുന്ന ഹന്നാവിന് യെരൂശലേമിനകത്ത് 4 ആട്ടിയന്തയുണ്ടായിരുന്നെന്ന് ചരിത്രം തെളിവ് പറയുന്നുണ്ട്. അങ്ങാരുടെ കോൺട്രാക്റ്റിൽ 4 ആട്ടിയന്ത, അത് കണ്ണുപോയതും അത് കാലൊടിഞ്ഞതും അത് ദേവാലയപ്രകാരം വരാൻ കൊള്ളാത്തതുമായത് എല്ലാം പുള്ളി വാങ്ങിച്ച് കൂട്ടിയിട്ട് ഈ വലിയ വലിയ പുള്ളികള് അവരുടെ പാപമൊന്നും വെളിപ്പെടാതെ ചില്ലറയും കൊണ്ട് വരുമ്പോൾ ആടിന്റെ കാശിഞ്ഞ വാങ്ങിക്കും. ശരിക്കും ഈ ആടിന് 5000 രൂപ വേണമെന്ന് പറഞ്ഞാൽ അവർ കൊടുത്തിട്ടുള്ള പാട്ടിന് പോകും. കാരണം ഇവരിലെ യാഗം കഴിക്കുന്നത്. എന്നാൽ ഇത് 50 രൂപയ്ക്ക് വാങ്ങിച്ച ആടായിരിക്കും ഒടുങ്ങി യാഗം കിടക്കുന്നത്. ഇവന് ലാഭം കൊള്ള ചില്ലറയാണോ? ഈ മൈനാമെന്ന് പറയുന്നവൻ യെരൂശലേമിലെ യഹൂദനല്ലേ, വിദേശത്തു നിന്ന് കണ്ട് ഇറക്കുമതി കൊണ്ടുവന്ന ഒരാളാണ്. അതിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കിയാണ് അവനെ പുറത്താക്കിയിട്ട് മരുമോനെ പിന്നെ അയ്യപ്പാവിനെ കൊണ്ടുവന്ന് വെച്ചത്. ചരിത്രമൊക്കെ അതിനകത്ത് ഒത്തിരി കാര്യമുണ്ട്. ഇവന് കൊണ്ട് ആട്ടിയന്തി അതിനകത്ത്
പ്രമാണികളൊക്കെ ദൈവസഭയെ കച്ചവട സ്ഥലമാക്കി മാറ്റിക്കഴിഞ്ഞു എന്നത് നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചാലും എനിക്കതിന്റെ ഒരു പരിധി പറയാതിരിക്കാൻ ഒക്കത്തില്ല. ആ കാണുന്നതല്ല ഭക്തിയുടെ മറയിൽ നടക്കുന്ന അനീതിയും കൊള്ളയും എന്താണെന്ന് തെളിച്ചു പറയാനുള്ള ഉപദേശം കർത്താവിന്റെ കയ്യിലുണ്ട്. അതിന് തലേദിവസം ദൈവാലയത്തിൽ പോയെന്ന് പ്രസംഗിച്ചതാ ചൊവ്വാഴ്ചത്തെ പ്രസംഗത്തിനകത്ത് ഇവരോടാ പറഞ്ഞത്. എന്താ പറഞ്ഞു? കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരോട് നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ സ്വർഗത്തിൽ പോവുകയില്ല, പോകുന്നവരോട്ട് വിടത്തുമില്ല. ആ കൂട്ടർ നമുക്കില്ലേ? അവർ പോകത്തില്ല. എന്നാ പോകാൻ ആഗ്രഹിക്കുന്ന പാവങ്ങളെ വിടത്തുമില്ല. ഈ കമ്പനിയൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചോണം. സ്വർഗത്തിൽ പോകാനുള്ള വഴി അടച്ചു കളയുന്നത് നമ്മൾ തന്നെ ഓർത്തോടെ നേരെയുള്ള വഴിയൊക്കെ പോകണേ. ഒരു സംഭവം നടന്നത് ആ വഴിക്കൂടാണ്, സ്വർഗത്തിൽ പോകത്തില്ല. പിന്നെ സർപ്പസന്ധതികളെ അഡ്രസ് ചെയ്താൽ പിന്നെ പ്രസംഗം തല ഊരിക്കൊണ്ട് പോകുമോ? സർപ്പസന്ധതികളെ പരിപാടിയുള്ള കോപത്തിൽ എങ്ങനെ ഒഴിഞ്ഞു മാറും? പിന്നെ അടുത്തവർ സംഭവം നിങ്ങൾ ശവക്കോട്ട കല്ലറയ്ക്ക് സമാനമാണ്, അകത്തരിക്കും കുഴിയുമാണ്, എന്നാൽ പുറത്ത് പെയിന്റാണ്. നിങ്ങളുടെ ഭക്തി വെറും പുറം പൂച്ചാണ്, അകത്തൊരു മാർഗവും ഉള്ളവരല്ല. ഇങ്ങനൊക്കെ തെളിച്ച് ദൈവാലയത്തിൽ നിർണ്ണയിക്കാൻ ആർക്കാ ചക്കൂറ്റം? ഒരു കാര്യം ഓർത്തോ, 3.5 കൊല്ലത്തിന്റെ ഒടുവിലത്തെ പ്രസംഗം പിന്നെ പള്ളിക്ക് കയറിയിട്ടില്ല. ആ കാര്യങ്ങളുടെ ആ പൊരുത്തപ്പെട്ട പ്രധാന ഭാവം ഒടുവിലെ പറയാവൂ. ആദ്യം പറഞ്ഞ് അടിച്ച് പിരിയാതെ അതിന്റെ കണക്കിന് കൊണ്ട കൊടുത്തേച്ചാൽ സംഘത്തിന് കൊണ്ടൊരു സ്റ്റൈൽ കേട്ടോ. അങ്ങനെ നിൽക്കട്ടെ, ആ പരുവത്തിന് കൊണ്ടങ്ങോട്ട് ഏൽപ്പിച്ചു പറയാനുള്ളതെല്ലാം പറഞ്ഞു. നിങ്ങൾ അധ്യായം പോയിരുന്ന കപടഭക്തിക്കാരിൽ അവരെ 15 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. വിളിച്ച് ഒടുവിലെല്ലാം പറഞ്ഞു. ഒടുവിലേക്കറിയണോ? യെരുശലേമിനെ നോക്കി കർത്താവ് പലപ്പോഴും കണ്ടു. യെരുശലേമേ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ ചേർക്കുമ്പോൾ നിങ്ങളെ ചേർക്കാൻ എനിക്ക് പലവട്ടം മനസ്സായത് നിങ്ങൾക്ക് ഒരു വട്ടവും മനസ്സായില്ല. അതുകൊണ്ട് ഇനി എന്തുവാ? ദൈവത്തിന്റെ ദീർഘക്ഷമോ വാനോളം പാതാളത്തോളം അത് തെക്കുവടക്കൊക്കെ പറയാൻ നമുക്കില്ലേ? പക്ഷെ കർത്താവ് അങ്ങനല്ല ഇവിടെ പ്രസംഗിച്ചത്. നിങ്ങളുടെ ഭവനം ശൂന്യമായി പോകും. ഇസ്രായേൽ ദേശം, ഇസ്രായേൽ ജാതി, ഇസ്രായേലിന്റെ ദൈവാലയം, ഇത് മൂന്നും അതിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇത് ശൂന്യമായി പോകും. ഇനിയും ഇതിന് ഉദാഹരണം ഉണ്ടാകണമെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ പറയാതെ ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാകത്തില്ല. 2000 കൊല്ലമായല്ലോ. എങ്ങനെയുണ്ട് കാര്യങ്ങളുടെ പോക്ക്? ആത്മീയമായ അംഗീകാരം ഇതുവരെ അവർക്ക് കൊടുത്തിട്ടില്ല. അവർ കുത്തേവെങ്കിലേക്ക് നോക്കുന്ന മൗത്ത പ്രത്യക്ഷതയിൽ മാത്രമേ ജാതികൾക്ക് ആത്മീയമായി ജാതിപരമായി ഒരു ഉദാഹരണം ഉണ്ടാകത്തുള്ളൂ. വ്യക്തിപരമല്ല, ജാതിപരമായിട്ടുണ്ടാകുന്നത്. നമ്മുടെ കർത്താവ് അതേ ആ ദൈവാലയത്തിൽ പറഞ്ഞ പ്രസംഗവും വാക്കുമൊക്കെ നമ്മുടെ ഇന്നത്തെ മാർഗഭക്തിക്കാരോട് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കർത്താവ് പുറമൂച്ചല്ല, കച്ചവടമല്ല, ലാഭമല്ല, പരിപാടിയല്ല നോക്കുന്നത്. അന്തർഭാഗത്തെ സത്യം ഗ്രഹിക്കുന്ന കർത്താവിന് മുൻപാകെ സത്യസന്ധരായിരിക്കാൻ വിശ്വാസികൾ നോക്കണം. ഒറ്റപ്പെട്ടാലും സാരമില്ല, കർത്താവ് കൂടെ ഉണ്ടായിരിക്കണമെന്ന്. കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെടാത്ത ഒരു ആത്മീയ നിലവാരം നമുക്കുണ്ടായാൽ പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അത് ആ വിഷയം അങ്ങനെ ആയാലും ഉണ്ട്. യെരുശലേം ഞായറാഴ്ചത്തെ ആ സംഭവത്തെ പുനഃസ്കരിച്ചുകൊണ്ട് തിരുവെഴുത്തിലുള്ള നിവൃത്തി അക്ഷരാർത്ഥം. ഇനി അങ്ങനെ പറഞ്ഞ പ്രവചനാക്ഷരം നിവർത്തിയെങ്കിൽ ഇനിയത്തെ വരവിൽ താൻ ഉപയോഗിക്കുന്ന വാഹനമൃഗം ഏതാണെന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ സ്റ്റാറ്റസ് ചേഞ്ച് വരുന്നത് അതിനോട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞു വിടത്തേ ഉള്ളൂ. ദൈവം അനുവദിച്ച സമയം ഉണ്ടാകുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പ്രകടവും പ്രത്യക്ഷവുമായ നിലയിൽ നല്ല ഒരു വ്യാഖ്യാനം തരണമെന്നൊക്കെ എനിക്കുണ്ട്, സമയം ഉണ്ടായാൽ. എന്നാൽ ഒരു വാക്ക് പറഞ്ഞേക്കാം. വെളിപ്പാട് 19:11 വാക്യത്തില് അനന്തരം സ്വർഗം തുറന്നു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവൻ വിശ്വസ്തനും സത്യവാനും എന്ന പേര്. നമ്മുടെ കർത്താവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. ഒടുവിൽ ദൈവവചനം എന്നൊരു പേരുണ്ട്. അവൻ വിശ്വസ്തത. ഒത്തിരി കാര്യങ്ങൾ പിന്നെ നേരെ പറയാം. അവൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇനിയും അവന്റെ 2ാം വരവിൽ അവൻ ഇറങ്ങി വരുന്ന വാഹനവും വെള്ളക്കുതിരയാണ്. രാജാക്കന്മാരുടെ വിജയചിഹ്നമായ വെള്ളക്കുതിരമേ വാഹനമേറിക്കൊണ്ട് രാജാതിരാജാവ് സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി ഭൂമിയിലേക്ക് ഒലിമലയിലേക്ക് ഇറങ്ങി വരുന്ന രംഗപ്രവേശനമാണ്. അതിന്റെ വിശദീകരണം അന്തര സംഭവങ്ങളുമാണ്. അതൊക്കെ കുറച്ചേറെ സംസാരിക്കാനുണ്ട്. അത് ഇപ്പൊ നിൽക്കട്ടെ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ 1ാം വരവിൽ നടക്കുമെന്ന് പറഞ്ഞ പ്രവചനങ്ങളുടെ അക്ഷരാർത്ഥ നിവൃത്തികളുടെ ചരിത്ര സത്യങ്ങളെ ഞാൻ വെച്ചത്. ടൈം വരെ ഓർപ്പിച്ചു. എനിക്കൊരു കാര്യം ഓർപ്പിക്കാനുണ്ട്.
അത് ഏറ്റവും പ്രധാനമാണ്. യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ 1-2 വാക്യം ഒന്ന് വായിച്ചു തന്നേ. കാരണം നമ്മുടെ വീണ്ടെടുപ്പിന്റെ പരമപ്രധാനമായ വേദഭാഗം അവിടെയാണ്. യെശയ്യാ ദീർഘദർശനി കാൽവരി കുരിശിൽ മരിക്കുന്ന കർത്താവിന്റെ കഷ്ടപ്പാടുകളും അവരെ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ആ വിചാരണകളും കാൽവരിയിൽ നിന്ന് ആ വിതുമ്പുന്ന ശബ്ദവും എല്ലാം കണ്ടുകൊണ്ട് 4 സുവിശേഷങ്ങളുടെ സമാഹാരമായ പ്രവചനം അതെ നോക്കി നിന്ന് ചരിത്രം കുറിക്കുന്നത് പോലെ 740 കൊല്ലത്തിന് മുമ്പ് കാൽവരി കുരിശിലെ മരണത്തിന്റെ ആ വിധത്തെ വള്ളി പുള്ളി തെറ്റാതെ എഴുതി വെച്ച യെശയ്യാ 53 സമയമുള്ളവർ വീണ്ടും വായിച്ചാൽ മതി. 2 വാക്യം വീണ്ടും വായിച്ചോട്ടെ. അത് നിവർത്തിച്ചത് ക്രിസ്തുവിൽ. അവൻ നമ്മുടെ അകൃത്യ നിമിത്തം മുറിവേറ്റത്. പിന്നെ നമ്മുടെ അകൃത്യ നിമിത്തമാണ് അവൻ തകർന്നത്. പിന്നെ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ നമ്മുടെ കർത്താവ് ഏറ്റുവാങ്ങി. അടുത്തത് അവന്റെ അടിപ്പിണരുകളാൽ വന്നവരിതിനകത്തില്ലേ? എന്റെ കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് അനവധി സൗഖ്യം, മരണത്തിൽ വിട പ്രാപിച്ച അനവധി രംഗങ്ങൾ വിസ്തരിപ്പാനാവതല്ല ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഏവർക്കും അനുഭവമുണ്ട്. അവന്റെ അടിപ്പിണരുകള് എന്റെ സൗഖ്യത്തിന്റെ ചാലുകളാണ്. അടുത്ത വാക്ക് നാം എല്ലാവരും തെറ്റിപ്പോയി ആളുകളെ പോലെ. അടുത്തത് നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് പോയവരാണ്. അടുത്തത് എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെ താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, ഉണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവന്റെ ന്യായവിസ്താര വേദികളിൽ അവൻ വായെ തുറക്കാതെ നിന്നു. ഇതൊക്കെ അക്ഷരാർത്ഥം നിവർത്തിച്ച കാര്യങ്ങൾ നേരെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അതിന്റെ വാക്കെടുത്ത് തരാമായിരുന്നു. പക്ഷെ ഇത്രയും ഒന്ന് ഓർക്കുക, ഇത് സംഭവിക്കുന്നത് യേശു ക്രൂശിൽ മരിക്കുന്നതിന് ഏതാണ്ട് 740 കൊല്ലത്തിനും എഴുതി വെച്ച പ്രവചനത്തിൽ ഒരു വള്ളി പുള്ളി വിടാതെ അവന്റെ കഷ്ടാനുഭവവും അവന്റെ ഏറ്റവും ഉപദ്രവങ്ങളും അവന്റെ മരണവും അവന്റെ അടക്കവും അതെ അവൻ സന്തതിയേക്കാൾ ദീർഘായുസ്സ് പ്രാപിക്കാൻ ഉയർത്തെഴുന്നേൽപ്പും അവന്റെ സ്വർഗാരോഹണവും സകലവും ഇതിനകത്ത് എഴുതി വെച്ചിരുന്നു. അബദ്ധവശാലല്ല, അതങ്ങനെ സംഭവിക്കുമെന്നും വള്ളിപുള്ളി ഭേദഗതിയില്ലാതെ എഴുതപ്പെട്ട പ്രവചനങ്ങൾ 100% ക്രിസ്തുവിൽ നിവർത്തിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് വരുവാനുള്ളവൻ വരുമെന്ന കാര്യം സംശയിക്കണം? ആരും സംശയിക്കേണ്ട. ഈ നാളുകളിലൊന്നും നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെടുകയും തന്റെ വിശുദ്ധന്മാരെ കൂട്ടിക്കൊണ്ടുപോവുകയും അങ്ങനെ നമ്മൾ മേഘോന്നതങ്ങളിൽ കർത്താവിലൂടെ ആയിത്തീരുകയും ചെയ്യുന്ന ദിവസങ്ങൾ അതെ അനധി വിദൂര ഭാവി അല്ല. നമ്മുടെ കണ്ണുകൾക്ക് അത് കാണുവാൻ കഴിയട്ടെ. ശരി, ഇത് ഞാൻ തെളിവ് തന്നത്. ഞാൻ ഇനി വ്യാഖ്യാനിക്കാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് സത്യം അതെ കണ്ണടച്ച് വിശ്വസിക്കാവുന്ന തരത്തിലുള്ളത് തെറ്റും കുറ്റും ഇല്ലാത്താണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഈ രേഖകൾ തെളിവാക്കി തന്നതാണ്. ഇനി എടുക്കാൻ പോകുന്നത് വീണ്ടും വരവ്. 1-ാം വരവ് ചരിത്രപ്രകാരം അഥവാ അക്ഷരപ്രകാരം നടന്നു എന്നതിന്റെ തെളിവുകൾ തന്നിട്ട് ഇനി വീണ്ടും വരവ് എങ്ങനെ സംഭവിക്കും എന്നതിലോട്ടാണ് പ്രവേശിക്കുന്നത്. നമുക്ക് ആ ഭേദഭാഗത്തേക്ക് ഈ 2-ാം വരവ് എന്ന ഉപദേശം ലോകത്തിൽ ആദ്യം പ്രസംഗിച്ചതാണ് കർത്താവ് തന്നെയാണ് പറയുന്ന അഭിപ്രായം. നിങ്ങൾക്കെല്ലാം പറയാനുള്ള അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഇവിടെ ശിക്ഷയോ റിമാർക്കോ ഒന്നുമില്ല. ഇവിടെ ഒരാള് ദേവദാസന്മാരൊരാള് പറഞ്ഞു നോക്കാം, മറ്റു അഭിപ്രായം കൂടെ പറഞ്ഞു കേട്ടു. എന്നാൽ തുറന്നു പറയാം, 5000 കൊല്ലത്തിനു മുമ്പ് യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ് കാര്യകാരണസഹിതം പ്രതിപാദിച്ച പ്രവാചകൻ ഹാനൂക്ക. നിങ്ങൾ ഉൽപ്പത്തി 5-ാം അധ്യായത്തിൽ നോക്ക്. ഹാനോക്ക് 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. അവൻ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ടായി. ഒരു കുടുംബജീവിതക്കാരനായിരുന്നു. പക്ഷെ നടപ്പ് ഷാപ്പിലും മറ്റ് പരിസരസ്ഥിതിയിലും ഒന്നുമല്ല. വല്ലതും പ്രാപിക്കണേ കുഞ്ഞേ, നീ കർത്താവിന്റെ കൂടെ നടന്നെങ്കിലേ വല്ലതും പ്രയോജനമുള്ളത് ലഭിക്കത്തുള്ളൂ. ഹാനോക്കിന് നടക്കാൻ സ്ഥലമില്ലാഞ്ഞല്ല, അന്നത്തെ ഭൂമിയിൽ പോകാനോ
അവൻ എത്ര ഇടുക്കത്തിലായാലും ഞെരുക്കത്തിലായാലും അവന്റെ ജീവിതത്തിന്റെ ദിനരാത്രങ്ങൾ മുഴുവൻ കർത്താവിന്റെ കൂടെ നടന്ന് സാക്ഷ്യം പ്രാപിച്ചു. അതുകൊണ്ട് മരണം കാണാതെ അവൻ സ്വർഗ്ഗത്തിൽ പോയി. അങ്ങനെ ചരിത്രം നിങ്ങളെല്ലാം ചെയ്തി വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ പ്രസംഗിയാല് വീണ്ടും വരവിനെ കുറിച്ചുള്ള ഉപദേശത്തിൽ ഒന്നാമൻ ഹാനൂക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ പുള്ളിയുടെ പ്രസംഗം എന്താണെന്ന് എടുക്കണമല്ലോ. അന്ന് ലിറ്ററേച്ചർ എന്നുള്ള കാലമൊന്നുമല്ല. 5000 കൊല്ലം മുമ്പെന്ന് പറയുന്ന സ്ഥലത്തൊരു സുവിശേഷമോ 3500 കൊല്ലമേയുള്ള മോശയ്ക്ക് ന്യായപ്രമാണം ഉണ്ടായിട്ട് ഹാമൂറബിയുടെ എഴുത്തുകളും അതിന് അല്പം മുൻപുണ്ടായിട്ടുള്ളതേ ഉള്ളൂ. ഈ പറഞ്ഞ കാലയളവിൽ ആരുടെയും ഒരു എഴുത്തുള്ളതായിട്ട് ചരിത്രം പോലും ഘോഷിക്കുന്നില്ല. എങ്കിലും ഇരിക്കട്ടെ, തെളിവുകൾ വേണമല്ലോ. ഈ പ്രവചനം എവിടെ കിടക്കുന്നു? യൂദായുടെ പുസ്തകം 14 വാക്യം വായിച്ചാട്ട് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഒന്നാമത്തെ പ്രസംഗം വായിച്ചാട്ട്. ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികളും നിമിത്തം ഭക്തികെട്ട ഭാവികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഒന്നാമത്തെ പ്രസംഗം നിങ്ങളറിയേണ്ട ഒത്തിരി കാര്യമുണ്ട്. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ ഹാനോക്കിന്റെ പ്രസംഗമില്ല. താൻ പഴയ നിയമകാലത്തിന് അപ്പുറത്ത് ജീവിച്ചാണ്. പിന്നെ ഇത് എവിടുന്ന എടുത്തോണ്ട് വന്നേ? യൂദ 1 അധ്യായം എഴുതിയുള്ള അദ്ദേഹത്തിന്റെ താല്പര്യ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തില് സകല പ്രയത്നവും കഴിക്കയിൽ, അറിയപ്പെട്ട ലൈബ്രറിയിലെ പുസ്തകങ്ങളെല്ലാം വായിക്കയിൽ, അത് സമാഹരിക്കാവുന്നതെല്ലാം സമാഹരിക്കയിൽ, തനിക്ക് കിട്ടിയതായ അറിവനുസരിച്ച് ആ ഉപദേശത്തിന്റെ ചുവട് ഒറ്റ അധ്യായത്തിൽ ഒതുക്കിക്കൊണ്ട് അതിന്റെ പ്രമാണപ്പെട്ട കാര്യം കർത്താവ് വരുന്നു. നിങ്ങൾ ഇവിടെ കിട്ടി വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിക്കപ്പെട്ട ഉപദേശത്തിന്റെ കാതലായ സത്യം കർത്താവ് വരുന്നെന്നുള്ളതാണെന്ന്. അതിന് വലിയ ഉപദേശമില്ല. ഏറ്റവും പ്രധാനമായി കർത്താവ് വരുന്നു. എന്തിനു വരുന്നു? ഭക്തികെട്ട ഭാവികൾ തന്റെ നേരെ പറഞ്ഞ നിഷ്ഠൂര വാക്കുകൾ നിമിത്തവും പ്രവൃത്തികൾ നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെ ന്യായം വിധിപ്പാൻ നമ്മുടെ കർത്താവ് വരുന്നു. എങ്ങനെ വരുന്നു? ഒന്നാമത്തെ വരവിൽ വന്നതുപോലെ പശുത്തൊട്ടിയിലോ അല്ലെങ്കിൽ ബേത്ലഹേമിലെ ആ സ്ഥലത്തൊന്നും അല്ല വരുന്നത്. 1000 വിശുദ്ധന്മാരുമായി അവൻ സ്വർഗത്തിൽ ഇറങ്ങി വരുന്നു. അവന്റെ മഹത്വ പ്രത്യക്ഷതയാണ് ആദ്യമേ പ്രസ്താവിക്കപ്പെട്ടത്. വിശുദ്ധന്മാരെ ചേർക്കുന്ന കാര്യമല്ല, വിശുദ്ധന്മാരുമായി വരുന്ന മഹത്വ പ്രത്യക്ഷതയാണ് ഇവിടെ. സാബിന്റെ 2ാം വരവിൽ 2ാം മുഖമുണ്ട്. അതിൽ 1ാമത്തെ ആമുഖം സഭയുടെ കൂട്ടിച്ചേർപ്പാണ്. അതിന്റെ 2ാമത്തെ ആമുഖം 7 കൊല്ലം കഴിഞ്ഞ് കർത്താവിന്റെയും വിശുദ്ധന്മാരുടെയും കൂടെ ഒരുമിച്ചുള്ള മഹത്വ പ്രത്യക്ഷതയാണ്. അതാ എഴുതിയത് 1000 വിശുദ്ധന്മാരുമായിട്ടാണ് വരുന്നത്. ഇത് അന്ന് ഒറ്റയ്ക്കൊരു മനുഷ്യൻ വേദപുസ്തക സംബന്ധമായ അരയക്ഷരത്തിന്റെ അറിവോ രേഖമില്ലാത്ത കാലത്ത് ഇത് പറഞ്ഞെങ്കിൽ ഇന്ന് ഇത് വിശ്വസിക്കാൻ കൊള്ളാം. അങ്ങനെ അദ്ദേഹം ഒന്ന് പറഞ്ഞു 1000 വിശുദ്ധന്മാരുമായിട്ടാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെന്ന്. ശരി, നമുക്ക് നോക്കാം. അവൻ ഭൂമിയിലേക്ക് വരുന്ന രംഗം 14-ാം അധ്യായം സെക്കറിയാവിന്റെ 5-ാമത്തെ വാക്യം നിങ്ങൾ എടുത്ത് വായിക്കണം. എന്റെ ദൈവമായ യഹോവയും പകുതിക്ക് ശേഷമാണ്. എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരുന്നു. എടുത്ത് വായിച്ചേ. എന്നാൽ മലകളുടെ താഴ്വര ആസം വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസ്യാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. എന്റെ ദൈവമായ യഹോവയും ആ സമയം പറയാ 4-ാം വാക്യം അവന്റെ കാലുകൾ ഇടയ്ക്കുള്ള ഒലിവുമലയിൽ പതിക്കുമെന്നാണ്. ആ ഒലിവുമലയിലെ പ്രത്യക്ഷയിൽ താൻ തന്നെയല്ല. 5-ാമത്തെ വാക്യത്തിൽ പറയാണ് എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരുമായിട്ടാ വരുന്നത്. ഹാനോക്ക് പറഞ്ഞത് തെറ്റിപ്പോയോ? 5000 കൊല്ലം മുമ്പ് പറഞ്ഞ പ്രവചനത്തിന് കൂട്ടിച്ചേർപ്പ് പോലും ആവശ്യമുണ്ടോ? തെറ്റിയില്ല. വചനവും ആത്മാവും തെറ്റുകയില്ല. ഇനി നിങ്ങൾക്കത് കുറെ കൂടെ 1 തെസ്സലോനി 3-ാമത്തെ വാക്യം പുതിയ നിയമത്തിൽ നിന്ന് വായിച്ചാട്ട് താമസിക്കല്ലേ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്നു. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ മതി.
അപ്പൊ കർത്താവ് തന്നെയാണോ വരുന്നത്? കർത്താവിന്റെ വരവിന്റെ രണ്ടാം ആമുഖത്തിൽ ഒരൊറ്റ വ്യക്തി ശേഷിക്കാതെ തന്റെ വിശുദ്ധന്മാരുമായി അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ പുലിമലയിൽ പാദം ചവിട്ടുകയും പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പം പറയുന്നില്ല, അവസരം വന്നാൽ പിന്നെ പറയും. അതുകൊണ്ട് ആ പറഞ്ഞ പ്രവചനം 100% സത്യമെന്ന് സ്ഥാപിക്കാനെടുത്തതാണ് യേശുവിന്റെ പ്രത്യക്ഷതയിൽ തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും 1000 വിശുദ്ധന്മാരും കോടാനുകോടി ശുദ്ധന്മാരും അവനോട് കൂടെ ഉണ്ടായിരിക്കുമെന്നത് ഹാനോക്ക് പറഞ്ഞത് പണ്ടാണെങ്കിൽ പിൽക്കാലത്ത് എഴുതിയവരെല്ലാം അത് പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കാമല്ലോ. നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. വചനത്തിന്റെ സത്യത ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. 5000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഹാനോക്കിന്റെ പ്രസംഗം യേശുവിന്റെ വീണ്ടും വരവും അനുബന്ധ ന്യായവിധിയുമായിരുന്നു. ഈ വേദപുസ്തകത്തിൽ ഒട്ടുമുക്കാൽ ഭാഗങ്ങളിൽ വീണ്ടും വരവും ന്യായവിധിയും ഒരുമിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഇതെല്ലാം കിടക്കുന്നത്. ശരി, അത് നമുക്ക് വിശ്വാസം. എവിടുന്ന ഇത് കിട്ടിയത്? ഞാൻ പറഞ്ഞ പഴയ 39 പുസ്തകങ്ങളിൽ ഈ കാര്യമില്ല. പിന്നെ ഇത് എവിടെ കിടക്കുന്നത്? 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഇസ്രായേൽ അംഗീകരിക്കുന്ന ലോക സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേര് തൽമൂദ് എന്നാണ്. അത് ഇസ്രായേലിൽ നിന്ന് ധാരാളമുണ്ട്. പിന്നെ ട്രഡീഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ പാരമ്പര്യത്തിൽപ്പെട്ട കാര്യം. ഇത് പറക്കി സംഭവങ്ങളെ എഴുതി വെച്ചിരിക്കുന്ന ഈ 2 ബുക്കുകളുണ്ട്. തൽമൂദിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ആ രാജ്യത്തെ സിനഗോഗുകളൊക്കെ സന്ദർശിച്ച സമയത്ത് ഞാൻ പലയിടങ്ങളിലും ആ തൽമൂദ് ന്യായപ്രമാണ പുസ്തകവും ഉള്ളിടത്തെല്ലാം ഈ പുസ്തകങ്ങളിലൂടെ അവർ കരുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ പുരാതന ലോകത്തിന്റെ പാരമ്പര്യ സംഭവങ്ങളെല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ സകല പ്രയത്നവും കഴിച്ച യൂദ ഇത് എടുത്തെഴുതിയത്. ഹാനോക്കിന്റെ പ്രസംഗം മനസ്സിലായില്ല, അവിടെ നിന്നാണ് വന്നത്. അതിന് വേറെ വല്ലതും വന്നിട്ടുണ്ടോ? അബ്രഹാമിന് 11 പ്രത്യക്ഷത ദൈവത്തിൽ നിന്നുണ്ടായതായിട്ട് വേദപുസ്തകത്തിൽ രേഖയുണ്ട്. അതിലെ 10 പ്രത്യക്ഷത പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു പ്രത്യക്ഷത പഴയ നിയമം വിട്ടുപോയിട്ടുണ്ട്. ആ വിട്ടുപോയ 1ാമത്തെ പ്രത്യക്ഷത എഴുതി വെച്ച സ്തേഫാനോസാണ്. 7-ാമത്തെ 2-ാം വാക്യം. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തേജോവാനായ ദൈവം അവന് വെളിപ്പെട്ടു, നീ പുറപ്പെടാൻ പറഞ്ഞു. അത് ഇവിടെ മാത്രം അത് സ്തേഫാനോസ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. തന്റെ പഠനത്തിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ട് അത് തൽമൂദിലുള്ള ഒരു രേഖയാണ് 1-ാം പ്രത്യക്ഷത. ബാക്കി 11-ാം അധ്യായത്തിന്റെ ഒടുക്കം തേരക മരിച്ചപ്പോൾ പിന്നെ പറയുന്ന 2-ാമത്തെ പ്രത്യക്ഷത മുതലേ നമ്മൾ പുസ്തകത്തിൽ നമ്മൾ പഴയ നിയമം നീങ്ങുന്നുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നോഹ 100 കൊല്ലം പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ബൈബിളൊക്കെ ശോധന ചെയ്തിട്ടൊന്നും ഞാൻ പഠിച്ച കാലത്ത് ഇത് കണ്ടിട്ടില്ല. പിന്നെ അതിന്റെ പഠനത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ ഈ തൽമൂദിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നോഹ 120 കൊല്ലം ലോകത്തോട് പ്രസംഗിച്ചെന്ന് പഴയ നിയമത്തിലുണ്ട്. 4 കൊല്ലം പ്രസംഗിച്ച് ഇതിനകത്തേ ഉള്ളൂ. അപ്പൊ തൽമൂദിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ അത് വിശ്വാസ പ്രമാണത്തോട് യോജിക്കുന്നവ അപ്പോസ്തലന്മാരും മറ്റും എഴുതിയിട്ടുണ്ടെന്നതിന്റെ ഓർമ്മ ഞാൻ തരികയാണ്. അങ്ങനെയാണ് ഈ ഹാനോക്കിന്റെ പ്രസംഗം പുതിയ നിയമത്തിൽ കയറാൻ കാര്യം. ശരി, നമുക്ക് മുന്നോട്ട് നീങ്ങിയാൽ അങ്ങനെ ഹാനോക്ക് കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ചു. അതേ പ്രസംഗം. ഇനി 2ാമത് കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രകീർത്തിച്ചവരാരാണ്? അതിന്റെ ഒരു ചെറിയ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് പോലെ തെളിവെടുത്ത് മുന്നോട്ട് നീങ്ങി. അത് വീണ്ടും വരവിനെ സംബന്ധിച്ചുള്ള സ്ഥാപിത ന്യായങ്ങളാണ്. പൂർവന്മാർ വിശ്വസിച്ചു പോകുന്നതായി വിശ്വാസ ഉപദേശ ക്രമങ്ങൾ നമുക്ക് അംഗീകാര യോഗ്യമാണ്. ഭക്തന്മാർ ഏത് കാലത്തുണ്ടോ അവർ വീണ്ടും വരവിന്റെ പ്രത്യാശയുള്ളവരും അത് പഠിപ്പിക്കുന്നു. ഭക്തന്മാരില്ലെങ്കിൽ ഈ വിഷയം ഉണ്ടാകത്തുമില്ല. ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ വലിയ കൺവെൻഷനൊക്കെ പോകുമ്പോൾ കുമ്മനാട്ടിൽ നിന്ന് ഉൾപ്പെടെ നമ്മുടെ പിതാക്കന്മാരെ ആ പന്തലിൽ ഒരു 4 പ്രസംഗങ്ങളും വീണ്ടും വരവിനെ കുറിച്ച് മാറി ചെയ്തു. എന്നാൽ ഒടുവിൽ പിരിയുമ്പോൾ നമ്മുടെ അടുത്ത സമ്മേളനം സ്വർഗത്തിൽ എന്ന് പറഞ്ഞൊരു പാട്ടുമൊക്കെ പാടി അങ്ങനെയായിരുന്നു പിതാക്കന്മാർ ഈ കൺവെൻഷനൊക്കെ സമാപിച്ച് പ്രത്യാശയോടെ ചെറുകടിച്ചു പോയത്. ഇന്ന് ഈ വലിയ പന്തലുകളിൽ ഒന്നും കടുക് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന പോലെ വീണ്ടും വരവിനെ കുറിച്ച് ഒരു പ്രസ്താവനയും ഓർമ്മയും ഇല്ലാതെ ഈ പുത്തന്തലികളെയൊക്കെ കാണിച്ച് ഇറക്കി വിട്ട് ജനത്തെ വളരെ നിരാശരാക്കി വിടുന്ന ഒരു കാലമാണ്. പണ്ടത്തെ ഉപദേശങ്ങൾ അതല്ല. വീണ്ടും വരും മർത്തോമാസം മുതൽ എനിക്കറിയാം വീണ്ടും വരവിനെ കുറിച്ച് അതിശക്തമേറിയ സന്ദേശം ജനത്തിന് കൊടുത്ത ആത്മീയമായ ഒരു കത്തലിലാണ് ജനത്തെ വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് പോയിട്ട് അതിന്റെ അടുത്തതുമില്ല. അവരവരുടെ വരവിന്റെ കാര്യം പറയുന്നതല്ലാതെ കർത്താവിന്റെ വരവൊന്നും ആരും പറയില്ല. അത് പറഞ്ഞ അവിടെ പറയുന്നുണ്ട് അവരുടെ വരവ് കൂടുതൽ പറയുന്നില്ല.
അതൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലായിക്കോണം ഇതൊന്നും നമ്മുടെ അടിസ്ഥാന ഉപദേശത്തിലെ അല്ല, വഴിവിട്ട കാര്യമാണെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് അതിന്റെ അടുത്ത ഭാഗത്തോട്ട് നീങ്ങാം. നിങ്ങൾ അയ്യോബിന്റെ പുസ്തകത്തോട് 4000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. മോശയ്ക്കും അബ്രഹാമിനും സഖാക്കിനും യാക്കോബിനും പിതാക്കന്മാർക്കും തിരുവഴുത്തുകളുടെ കാലങ്ങളൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കല്ലറ സലാലയിലുണ്ട്. സലാലയിൽ പോയി വന്നവർ ചിലപ്പോൾ ഇതിനകത്ത് പലരും കാണും, അത് കണ്ടവര്. അതെ, സലാല എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് ഒമാൻ രാജ്യത്തുള്ളതാണ്, ഒരു അറബി രാജ്യം. ആ അറബി രാജ്യത്ത് ഈ ഇയ്യോബിന്റെ കല്ലറ വളരെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. അറബികൾ എല്ലാവരും ഈ ഇയ്യോബിനെ ഒരു പുണ്യ പ്രവാചകൻ എന്ന വിശുദ്ധ പുരുഷൻ എന്ന് സംബോധന ചെയ്ത് ആദരിച്ചിട്ടുള്ളവരാണ്. ഇപ്പൊ ആ കല്ലറി അതുകൊണ്ട് ഇന്ന് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ചുരുക്കി ഞാൻ പറയാം, എനിക്ക് കല്ലറിയല്ല ഇവിടെ വിഷയം, ഇയ്യോബിന്റെ സാക്ഷ്യമാണ്, തന്റെ പ്രസംഗമാണ്, പ്രത്യാശയാണ് ഞാൻ ഇതിനോട് ചേർക്കാൻ പോകുന്നത്. 19-ാം അധ്യായത്തിൽ 25-ാം വാക്യം മുതൽ ഒരാൾ നിർത്തിയൊന്ന് വായിക്കണം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. മക്കൾ പോയി, ആടും മാടും ഒട്ടകവും കുതിരയും കഴുതി എല്ലാം പോയി, സമ്പത്തും പൊന്നും വെള്ളിയും എല്ലാം പോയി, ഭാര്യയും വിട്ടേച്ചു പോയി. മനോഹരമായ ഒരു സുന്ദര ശരീരമുണ്ടായിരുന്നു, അത് ദ്രവിച്ച് പുഴുത്ത് പുഴുക്കളെ തോണ്ടി എറിഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്. അങ്ങനെ ഇരിക്കുമ്പം പറയാണ്, കാര്യങ്ങൾ ഇങ്ങനൊക്കെ അവതാളത്തിലായാലും ഇതിനെല്ലാം ഒരു വീണ്ടെടുപ്പുകാരൻ എനിക്കുണ്ട്. അവൻ ജീവിച്ചിരിക്കുന്നു. അവൻ ജീവിച്ചിരിക്കുന്നു. പ്രത്യാശ എവിടെയാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കി. അവൻ നഷ്ടപ്പെട്ടതിന്റെ വിലാപമല്ല, ലഭിക്കാൻ പോകുന്നതിന്റെ പ്രതീക്ഷയാണ് പ്രത്യാശ എന്ന് നീ വാക്യങ്ങൾ നോക്കിയാൽ. അടുത്ത വാചകം ഒന്ന് വായിച്ചേ. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന ഈ തർജ്ജിമ തെറ്റൊന്നുമില്ലെങ്കിലും അത് കുറെ കൂടെ ശരിയായ മൂലഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്താൽ അവൻ ഒടുവിൽ മധ്യാകാശത്ത് വന്ന് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുമെന്നാണ്. ആ പൊടിമേൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ ഭൂമി മേൽ അവൻ വന്ന് നിൽക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അത് 2-ാം വരവിന്റെ 1-ാം ആമുഖം വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്ത് വരുന്ന പരിപാടിയാണ് യോബ് കണ്ടത്. പലരും ആത്മാവിൽ പല വശങ്ങൾ എഴുതിയിട്ടുണ്ട്. യോബ് മുഴുവൻ എഴുതിയിരിക്കുന്നത് കർത്താവ് രഹസ്യപ്പെടുത്തിയിട്ട് നമ്മെ ചേർക്കുവാൻ വരുന്ന വരവാണ്. അടുത്ത വാചകം വായിച്ചാൽ, എന്റെ ത്വക്ക് ഇങ്ങനെ ദ്രവിച്ച് മുഴുത്ത് നശിച്ച ശേഷം ദേഹസഹിതനായി ദൈവത്തെ കാണും. എങ്ങനെയുണ്ട് 3-ാമത്തെ പ്രസ്താവനയാണ്? എന്റെ ത്വക്ക് ഇങ്ങനെ ദ്രവിച്ച് നശിച്ച് ഞാൻ ഇങ്ങനെ ഒക്കെ ആയാലും ഞാൻ ദേഹമില്ലാത്തവനാകുകയല്ല, ഞാൻ ദേഹസഹിതനായി എന്റെ കർത്താവിനെ കാണും. ഇനി ആ പ്രത്യാശയിൽ ഉറപ്പുകളൊന്നും നോക്കി. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവന്റെ കൂടെ നമ്മളും തേജസ്സിൽ വെളിപ്പെടുമെന്നാണ് നമ്മുടെ പൊതുവിശ്വാസത്തിന്റെ അടിസ്ഥാനമെങ്കിൽ അതിനെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, അതെ ഞാൻ അവനെ കാണും. അടുത്ത വാക്കൊന്ന് വായിച്ചേ. ഞാൻ തന്നെ അവനെ കാണും. 4-ാം പ്രസ്താവന, ഞാൻ എനിക്ക് പകരക്കാരൻ കാണുകയല്ല, ഞാൻ തന്നെ അവനെ എന്റെ കർത്താവിനെ കാണും. അടുത്ത വാക്ക് 5. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് എന്റെ കർത്താവിനെ ഞാൻ മുഖാമുഖം കാണും. നിങ്ങൾക്ക് ഇത് കേട്ട പ്രസംഗത്തിന്റെ ഓർമ്മ ഒരുപാട്. നിങ്ങളുടെ കയ്യിൽ ഒട്ടുവളരെ ടേപ്പും പുസ്തകങ്ങളും പഠിക്കാനുണ്ട്. പല പുസ്തകമാണെങ്കിൽ കണക്കിന് നമുക്ക് എല്ലാ ഭാഷയിലും ഉണ്ട്. എന്നാൽ ഇതൊന്ന് കേട്ടാട്ട് ഈ ഒന്നുമില്ലാത്ത കാലത്തൊരു ഭക്തൻ അതെ വളരെ വേദനയുടെ ആ തീച്ചൂളയ്ക്കകത്തിരുന്നുകൊണ്ട് പറയാണ്, കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാ പോകുന്നതെങ്കിലും ഈ ദേഹം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടാലും ഞാൻ ദേഹസഹിതനായി എന്റെ കർത്താവിനെ കാണും. മറ്റൊരു പകരക്കാരനല്ല, ഞാൻ തന്നെ കാണും. അന്യന്റെ കണ്ണല്ല, സ്വന്തം കണ്ണുകൊണ്ടേ കാണും. അവന്റെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ മധ്യാകാശത്ത് ഇറങ്ങി വരും. അവന്റെ ഉദ്ധാരകനാണ്. ഈ 5 പ്രസ്താവനയ്ക്ക് നിങ്ങൾ എന്തോ പറയുന്നു? വേദശാസ്ത്രം പഠിച്ചിട്ട് അതേ തള്ളുന്ന തള്ളലല്ല, ആത്മാവ് ഉച്ചരിക്കുന്ന ഭക്തിയുടെ വാക്കുകളാണ്. നിഷേധിക്കാനാകുമോ? ഭക്തന്മാർ ഏത് തലമുറയിലുണ്ട്, അവിടെ എല്ലാ പ്രതീക്ഷ വീണ്ടും വരവാണ്. ഇതിനേക്കാൾ അധികം തെളിവ് വേണ്ടായല്ലോ. ആ അധ്യായത്തിൽ ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്, അത് വാളിനെ ഭയപ്പെടുകയും ഒരു ന്യായവിധി ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളുകയും ന്യായവിധിയിലാണ് അത് അവസാനിപ്പിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും വരവ് ഭക്തിയോട് ജീവിച്ച തലമുറക്കാരെല്ലാം വിശുദ്ധന്മാരെല്ലാവരും അതെ സ്വാഗതം ചെയ്യുന്നു, ആത്മാവ് ഉച്ചരിക്കുന്നു, അവർ പ്രകീർത്തിക്കുന്നു. നമ്മുടെ കർത്താവ് വരും, നമ്മെ കൂട്ടിച്ചേർക്കും. അതാണ് നമ്മുടെയും പ്രതീക്ഷ.
ആ പ്രത്യാശയില്ലാത്ത ആരും ഇവിടെ കാണുകയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വാസയോഗ്യമാകേണ്ടതിന് അതിന്റെ കാര്യകാരണ പ്രതിവാദത്തിലെ തെളിവുകൾ അത് ഏവർക്കും അത് ആശ്വാസവും അനുകരണീയവുമാണ് എന്ന് ഞാൻ ഓർപ്പിച്ച് ഞാൻ മുൻപോട്ട് പോകുന്നു. അത് കഴിഞ്ഞു. ഇത് 4000 കൊല്ലത്തിന് മുമ്പുള്ള പഠിപ്പിക്കുക. ഇനി അത് കഴിഞ്ഞ് 3500 കൊല്ലത്തിന് മുമ്പേക്ക് പോവുകയാണ്. ഞാൻ ചരിത്ര ഇതിന്റെ എവിഡൻസുകൾ ഹിസ്റ്റോറിക്കൽ എവിഡൻസിലാകുമ്പോൾ കാലങ്ങളെ കുറിച്ചുകൂടെ മനസ്സിലാക്കാൻ കഴിയട്ടെ. 3500 കൊല്ലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് മോശ. 90-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് വയ്ക്കാമോ? യഹോവേ മടങ്ങി വരണമേ. എത്രത്തോളം താമസം? എന്താ താമസിക്കുന്നത്? ചോദിച്ചതാരാ? ലോകം കണ്ടതിലേക്കും വലിയ മഹാഭക്തൻ, ദൈവത്തിന്റെ കൂടെ ഒന്നിലധികം പ്രാവശ്യം ഊതിച്ച് പ്രാർത്ഥിച്ച് സഹവസിച്ച് ദൂതും ആത്മാവും എല്ലാം പ്രാപിച്ച ആ ദൈവ പുരുഷൻ പറയുകയാണ്, കർത്താവേ നീ മടങ്ങി വരണമേ. പാളയത്തിൽ വെള്ളമില്ലാഞ്ഞിട്ടല്ല, വിറകില്ലാഞ്ഞിട്ടല്ല, യാർച്ചവിധിയായിട്ടല്ല, വിശന്നും കൊണ്ടല്ല, അതേ മറ്റു പ്രശ്നങ്ങളൊന്നുമല്ല. ദൈവമക്കളിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും, അമേരിക്ക എത്ര സമ്പന്നമാണെങ്കിലും നമ്മുടെ കർത്താവ് മടങ്ങി വരാതെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പിന്ന് പറഞ്ഞതുപോലെ ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, ലോകത്ത് എന്ത് നമുക്കുണ്ടെങ്കിലും ഒന്നും പൂജ്യമാണെല്ലാം. നമ്മുടെ കർത്താവ് മടങ്ങി വരാതെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. അതുകൊണ്ട് മോശ പറഞ്ഞു, യഹോവേ താമസിക്കല്ലേ, മടങ്ങി വരണമേ. ആ മടങ്ങി വരേണ്ട ഉപദേശവും ഉത്തരവാദിത്വവും ആ മോശയ്ക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, മടങ്ങി വരണം. മടങ്ങി വരേണ്ട ഉദ്ദേശത്തിൽ എന്തെല്ലാം കാര്യം നടക്കണമെന്ന സങ്കീർത്തനം പഠിച്ചാൽ മനസ്സിലാകും. 1-ാം വാക്യം, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. അപ്പൊ ദൈവം നമ്മുടെ സങ്കേതമാണ്. അടുത്ത വാക്ക് എന്താണെന്നറിയും? പർവ്വതങ്ങളുടെ ഭൂമിയെ പോകുന്നതും അനാദിയായി സാക്ഷ്യന്മാരുടെ 3-ാം വാക്യത്തിൽ നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. ദൈവം നിത്യനാണെങ്കിലും നമ്മൾ പരിമിതരാണ്. നമ്മൾ ഈ പൊടിയിൽ നിന്ന് എടുത്തവരാ, പൊടിയിൽ തിരികെ ചേരേണ്ടവരാ. അത് 3-ാം വാക്യം ഉൽപ്പത്തിയിൽ ദൈവം നമ്മുടെ വർഗത്തോട് പറഞ്ഞതാ. അപ്പൊ അങ്ങനെ പോകാമെന്ന മോശ ഒന്നുകൂടെ ഉറപ്പിച്ചു. ജ്യേഷ്ഠ സഹോദരന്റെ മരണസമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥന. അടുത്ത് പറഞ്ഞത്, യഹോവേ നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. അതുകൊണ്ട് അവസാനിച്ച് എനിക്കും ദുഃഖമുണ്ടായിരുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ നീ അരുളി ചെയ്യുന്നു. ഒറ്റയ്ക്ക് ഓരോരുത്തരെ എങ്ങോട്ട് പോയാലും ഒരുമിച്ച് തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസം ഉണ്ടെന്ന് മോശയ്ക്കറിയാം. മനുഷ്യപുത്രന്മാരെ മൊത്തത്തിൽ തിരിച്ചു വിളിക്കൂ. അതൊന്ന് കാണണമെങ്കിൽ, അതിനകത്തൊന്നാകണമെങ്കിൽ എന്റെ കർത്താവ് മടങ്ങി വരാതെ സാധ്യമല്ല. വിവിധ ഉദ്ദേശങ്ങൾ അതുകൊണ്ട് ഭാഷ വളരെ ക്ലിയർ ആയിട്ട് ഇത് പഠിപ്പിക്കുക. അവിടെ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 3500 കൊല്ലം ജീവിച്ചത് മോശയ്ക്കും ഏറ്റവും വലിയ പ്രതീക്ഷ കർത്താവിന് മടങ്ങി വരവാണ് എന്ന് പ്രസ്താവിതന്നെയാണ്. അത് കഴിഞ്ഞ് 3000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആസാഫ് 50-ാം സങ്കീർത്തനം എടുക്കാം. 50-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിക്കണം. അടുത്ത വായിച്ചാണ് മതി. നമ്മുടെ ദൈവം വരുന്നു. ഇതെല്ലാം കർത്താവായ യേശു വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ തണ്ട കൊണ്ടോ വെച്ചിരിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു. ആ വരുന്നത് ആരാ? ദൈവം. അതറിയണ്ടേ? വരുന്ന ദൈവം വരുന്നെന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു വരുന്നെന്ന് പറഞ്ഞാൽ രണ്ടും 2 പേരാണോ? 2 സമയമാണോ? 2 കൂട്ടരാണോ? അല്ല. അതൊന്നാണെന്ന് സ്ഥിരീകരിക്കേണ്ട ഉപദേശം കൊണ്ട് സ്ഥാപിക്കേണ്ടതാണ്. അതുകൊണ്ട് തീത്തോസ് 2:11-12 വാക്യമെടുത്ത് എവിടെ ദൈവം വരുന്നെന്ന് കണ്ടാലും അതെങ്ങനെ വേണം വ്യാഖ്യാനിക്കാനുള്ളതിന്റെ വ്യാഖ്യാന ശാസ്ത്രം എടുത്ത് നമുക്ക് നോക്കാം. വായിച്ചാട്ട് വാക്യം. നമ്മൾ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരുന്നുകൊണ്ട് മതി. ആരാ വരുന്നേ? മഹാദൈവം നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. എവിടെ കണ്ടാലും ആ മഹാദൈവം നമ്മുടെ കർത്താവായ യേശു തന്നെയാണ്. ആ ഒരു വാക്യം കൊണ്ട് ഇതിനെ മുഴുവൻ നമുക്ക് ന്യായീകരിക്കാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ വ്യാഖ്യാന ശാസ്ത്രം. നിൽക്കട്ടെ. അപ്പോൾ വരുന്നു കർത്താവ്, നമ്മുടെ ദൈവം വരുന്നു പറയുന്ന കർത്താവ് വരുന്നത് തന്നെയാണ്. 50-ാം സങ്കീർത്തനം 3-ാം വാക്യം. അടുത്ത വാചകം ഒന്ന് വായിച്ചു കുഞ്ഞി. തൊട്ടടുത്തത് നമ്മുടെ ദൈവം വരുന്നു മൗനമായിരിക്കും. ആ മൗനമായിരിക്കില്ലെന്ന് പറഞ്ഞാൽ ഇത് രഹസ്യപ്രത്യക്ഷതയെ കുറിച്ചാണ് ഈ സങ്കീർത്തനം മുഴുവൻ. അനന്തര സംഭവങ്ങളുമാണ്. ന്യായവിധി വരെയുണ്ട്.
പിന്നെ എന്നെ ഇതിങ്ങനെ പറഞ്ഞേക്കുന്നത്? അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അത് രഹസ്യപ്രത്യക്ഷത എന്നതാണ് വിശുദ്ധന്മാരുടെ കൂട്ടിച്ചേർപ്പിനെ കുറിച്ച് പറയുന്നത്. മഹത്വ പ്രത്യക്ഷത മറ്റൊട്ടു വളരെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ ഈ രഹസ്യപ്രത്യക്ഷത പറഞ്ഞു വരുമ്പോൾ മൗനമായിരിക്കില്ലെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്തുവാ? അതും മനസ്സിലാക്കേണ്ട കാര്യമോ? അതിന്റെ കാരണം 1 Thessalonians 4:16-17 വാക്യങ്ങളാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും മൗനമാണോ? പ്രധാന ശബ്ദത്തോടും മൗനമാണോ? ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ ഇറങ്ങി ഒരു മൗനമാണോ? ഇതാണ് മൗനമല്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഈ വരവിന്റെ വിധം ഇങ്ങനെയാണ്. ഇങ്ങനെ കർത്താവ് വരും, നമ്മളെ കുറിച്ചെന്ന് നമ്മുടെ കർത്താവിനോട് ഇരിക്കുന്നുണ്ടല്ലേ? അത് ഇപ്പോഴങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ കർത്താവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച്, വീണ്ടും വരവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രതിവാദത്തിൽ മൗനമായിട്ടല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്. ഇനി അടുത്തത്, എന്തിനാ കർത്താവ് വരുന്നത്? വരവിന്റെ ഉദ്ദേശം, അതിന്റെ അർത്ഥം എന്താണ്? 50-ാം സംഘം 5-ാം വാക്യം വായിച്ചാട്ടെ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുമീൻ. ഈ കൽപ്പന ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് ദൈവ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന മർമ്മമാണ്. ഇത് ഇതുവരെ വെളിപ്പെട്ടു വന്നിട്ടില്ല. ആ വീണ്ടും വരവിന്റെ സമയം പുത്രനും വെളിപ്പെട്ടിട്ടില്ല, ദൂതന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. സംശയമുണ്ടെങ്കിൽ മർക്കോസിന്റെ 13-ാം അധ്യായത്തിന്റെ 26 വാക്യങ്ങൾ നിങ്ങൾ നോക്കണോ? ആ നാളുകളെ സംബന്ധിച്ച് അതേ സ്വർഗത്തിലെ പിതാവിനല്ലാതെ പുത്രനും കൂടെ അറിയത്തില്ല വരവിന്റെ ദിവസം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പലയിടത്ത്. ശരി, ഇപ്പൊ അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വീണ്ടും വരവിന്റെ 1-ാം ആമുഖത്തിൽ സഭയെ കൂട്ടിച്ചേർക്കാൻ നമ്മുടെ കർത്താവ് വരുമ്പോൾ എന്തിനു വരുന്നു എന്ന് ചോദിച്ചാൽ 5-ാം വാക്യമാണ് കറക്റ്റ്. കാൽവറി കുരിശിലെ യാഗം മുഖാന്തരം ആ ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പാൻ ദൈവയിടയായി തീർന്ന ദൈവമക്കളെ കൂട്ടിച്ചേർക്കേണ്ടത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. അവൻ വരുമ്പോൾ അത് സംഭവിക്കും, നമ്മളെ കൂട്ടിച്ചേർക്കും. കർത്താവിന്റെ വരവിൽ വിശ്വാസം എടുക്കപ്പെടുമെന്ന് 100% ഉറപ്പാവട്ടെ. കാൽവരി കുരിശിലെ യാഗത്താൽ, ക്രിസ്തുയേശുവിന്റെ പരമയാഗത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് പ്രതീക്ഷിക്കാം. ഈ ദിവസങ്ങളൊന്നുമില്ല, കാഹളം മുഴങ്ങും. കാഹളം മുഴങ്ങും. ആ കാഹളത്തിന്റെ ആ മുഴക്കത്തിന്റെ നിമിഷത്തിൽ വിശുദ്ധന്മാരെ ഉയർത്തെഴുന്നേറ്റും രൂപാന്തരപ്പെട്ട് കർത്താവിന്റെ അടുക്കലെത്തും. ഇത് നമ്മുടെ സാർവത്രിക പ്രത്യാശയും നമ്മുടെ വിശ്വാസവുമാണ്. ആ നിലയിൽ കാര്യങ്ങൾ അങ്ങോട്ട് നീങ്ങട്ടെ. അപ്പോൾ വിശുദ്ധന്മാരെ തന്റെ അടുക്കൽ കൂട്ടുവാൻ ഇന്ന് രാത്രി ദൈവം തമ്പുരാൻ പിതാവിന് ഹിതം തോന്നിയാൽ ആ കൽപ്പന ഇന്ന് രാത്രി പുറപ്പെട്ടാൽ പുത്രൻ തമ്പുരാൻ മധ്യാകാശത്തിൽ ഇറങ്ങി വന്ന് എന്റെ പ്രിയ കാന്തേ ഇവിടെ കയറി വരിക എന്ന് ഉച്ചരിക്കുന്ന നാദത്തിങ്കൽ 4-ാം വെളിപ്പാട് 4-ലെ 1-ാം വാക്യം അതിന്റെ സമ്പൂർണ്ണ നിവൃത്തിയിലെത്തും, സുഖത്തിലെത്തും. പിന്നെ അങ്ങനെ സംഭവിക്കാനുള്ള വിഷയങ്ങളൊക്കെ എടുക്കാൻ പോകുന്ന പിന്നീടാണ്. ഇനി ഞാൻ ചോദ്യം ചോദിക്കട്ടെ, സമയത്തൊക്കെ നിർത്തിക്കോളാം. ഈ വീണ്ടെടുക്കപ്പെടുന്ന രൂപാന്തരപ്പെടുന്ന ഉയർത്തിനിൽക്കുന്ന വിശുദ്ധന്മാര് എവിടോട്ടാണ് മാറ്റപ്പെടുന്നത്? നിങ്ങൾക്ക് ന്യായങ്ങളൊക്കെ പറയാം, തെറ്റോ ഉദ്ദേശമുണ്ടല്ലോ. ഏതായാലും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒത്തു കിട്ടിയാൽ കൊള്ളാം, ചെന്നാൽ പിന്നെ ബാക്കിയുള്ള കാര്യം ഏറ്റവും. അതിപ്പോ അത് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആ പോക്കുന്നത്. എവിടോട്ടായിരിക്കും? മധ്യാകാശം. ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് മധ്യാകാശം. വാക്യം തരാമോ? അവിടെ പർദീസ് ഒന്നും വർണ്ണിക്കുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് വരുന്നത് നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെയാണ്. ഈ എടുക്കപ്പെടുന്ന ദൈവമക്കൾ സിംഹാസനത്തിലോട്ട് ചെന്നങ്ങ് കയറുമെന്നാണ് പെട്ടെന്ന് ധരിക്കുന്നത്. അങ്ങനൊന്നും അല്ല കാര്യങ്ങളുടെ പോയി. എടുക്കപ്പെടുന്ന ദൈവമക്കള് സ്വർഗത്തിൽ പ്രവേശിക്കും. എന്റെ പിതാവിന് അനേക വാസസ്ഥലമുണ്ട്. ആ സ്വർഗസ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിപ്പിടമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് നമ്മളെ നിർത്തും. ഇഷ്ടമുണ്ടോ? ഇവിടെ ഇരിപ്പിടം ഉണ്ടായിട്ട് ആളെ കിട്ടുന്നില്ല. പിന്നെ ഇരിപ്പിടമില്ലാത്തത് കൊണ്ടുപോകാനാണെങ്കിൽ പോകാനുള്ള ഒരുക്കവും വളരെ മോശമായി. ഞാനിത് പറഞ്ഞു ന്യായം തെളിയിച്ചു തരാതൊന്നും ഞാൻ കടന്നു കളയത്തില്ല. അപ്പോൾ ഇത് പറയുന്നതിന്റെ ഉദ്ദേശം എങ്ങോട്ടാണ് പോകുന്നത്, ആ സങ്കീർത്തനവും മറ്റു തെളിവുകളും വെച്ച് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കും. ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ അറിവ് വേണമെങ്കിൽ ചെല്ലുന്ന സ്ഥലം ഏതാണെന്ന് അതിനെക്കുറിച്ച് തിരുവെഴുത്ത് നമുക്ക് ബോധ്യപ്പെടണമല്ലോ. 2 Corinthians 5:10 വാക്യം എല്ലാവർക്കും കാണാറില്ല.
അവനവന് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം ഭാവിക്കുന്നത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ സിംഹാസനത്തിലല്ല, സിംഹാസനമല്ല, കൃപാസനമല്ല, ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നമ്മൾ ചെല്ലണം. ഇതുവരെ പോയിട്ടല്ലോ. എടുക്കപ്പെടുമ്പോ നേരെ ന്യായാസനത്തിൽ ദൈവത്തിന്റെ കോടതിയിലോട്ടാ പോകുന്നത്. കോടതിയിൽ കേൾക്കുമ്പോഴേ കൃപാസനം പോയി. സഭ മേളിലോട്ട് കയറിയ പിന്നെ കൃപാസനം എന്നൊരു പദ്ധതിയില്ല. പിന്നെ ഇവിടെ ന്യായാസനമുണ്ട്, പിന്നെ സിംഹാസനം രാജസ്ഥാനമുണ്ട്. എന്നാൽ അവിടെ ചെന്നാൽ ഈ ന്യായാസനത്തിൽ ചെല്ലും എന്ന് ഈ വാക്യം കൊണ്ട് വളരെ വ്യക്തമായി പൗലോസ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നാം എല്ലാവരും ന്യായാസനം അവളിപ്പെടണം. ഇനിയും അത് കുറച്ചുകൂടെ ക്ലിയറായി എടുക്കണമെങ്കിൽ 14-ാം അധ്യായം റോമാലേഖനത്തിന്റെ 10-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇതൊക്കെ വസ്തുതകൾ നമ്മളെല്ലാവരും കൂടി ഉൾപ്പെടേണ്ട ഒരു വിഷയത്തിലേക്ക് പോവുകയാണ്. അതെല്ലാം ഞാൻ ഒഴികില്ല, നിങ്ങൾ ഒഴികില്ല, പൗലോസ് കൂടെ കാണും. ആ വായിച്ചിട്ട് വാക്യം, എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നതെന്ന് ധിക്കരിക്കുന്നതെന്ന് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും. ഈ ചിന്തയുണ്ടോ? സിംഹാസനത്തിൽ കയറിയിരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ജയിക്കുന്ന സിംഹാസനത്തിലാ കിട്ടും, എനിക്കും കിട്ടിപ്പോയി എന്നൊന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സൗന്ദര്യമുണ്ട്. ന്യായാസനം എന്ന് പറഞ്ഞാൽ ഏത്തടിയിക്കുന്ന സ്ഥലം, ഒരു ഭാഷ ഉപയോഗിച്ചതേ ഉള്ളൂ, കണക്ക് പറയിപ്പിക്കുന്ന സ്ഥലം. അവിടെ നമ്മുടെ ഇന്നത്തെ സഭകളിലൊക്കെ കാണുന്നല്ലോ, പ്രീസ് ആൻഡ് വർഷിപ്പ്, ചുമ്മനം, കെട്ടിപ്പിടുത്തം, ചിരി, കൊല, ഇങ്ങനെയുള്ള പല ശക്തി, ഇതൊക്കെ അതൊന്നും അവിടെ ഇല്ല. ഉണ്ട് ഇവിടെ വെച്ച് ചെയ്ത് തീർത്തേക്കാണ്. അങ്ങോട്ട് ഒന്നും ഇത് കടത്തി വിടുക. ബാക്കി അവിടെ ചെന്ന് കിടന്ന് ചിരിക്കാൻ മേടിക്കാൻ നോക്കിയായിരിക്കും. നടക്കിയില്ല, പദ്ധതിയില്ലല്ലോ. നടക്കുന്ന കാര്യം ഞാൻ പറയാം. അവിടെ 11 അവിശ്വസിക്കാനും പോയി. എന്നാ പിന്നെ നമ്മൾ വിശ്വാസികളല്ലല്ലോ. എടുത്താട്ട് ദൈവവചനത്തിൽ നിന്ന് നോക്കിക്കാട്ട് അവിടെ ചെന്ന് 12-ാം വാക്യം 12-ാം വാക്യം വായിച്ചാട്ട് എന്താ നടക്കുന്നതെന്ന്. ആകയാൽ നമ്മൾ 1 by 1 ആയിട്ടങ്ങ് തിരിയും. ഇവിടെ ചർച്ചക്കൂടെ IPC ഓരോരുത്തരുടെ ഒഴിപ്പിക്ക കേട്ടാല് ഒഴിപ്പിക്ക തന്നെയാണ്. എന്നാ ഒരു കാര്യം ഓർത്തോണേ, അബദ്ധമൊന്നും പറ്റില്ല. അവിടെ ഒരു ലേബലുമില്ല, അതിനകത്ത് കേറത്തില്ല. നമ്മുടെ ആയിരിക്കുന്ന നമ്മുടെ സഭയുടെയൊക്കെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഒക്കെ ദൈവത്തിന്റെ വലത്തുഭാഗത്തിന് വാണകൾ വന്നാ അവര് കുടിക്കുന്ന വെള്ളത്തിന് കയ്യും കണക്കും കാണുകയും ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് അവര് സഹായിക്കുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ അവരുടെ പുറകിലൊക്കെ നിൽക്കാൻ നോക്കില്ല. അവർക്ക് എടുക്കാൻ വിചാരിച്ച് ഇവിടെ കൊണ്ട് നിന്നെ കടലെട്ടണം പോലും കാണിക്കുന്നത്. ഫയൽ എടുക്കുന്നത് എല്ലാം കയ്യിലെടുക്കേണ്ടി വരും. കണക്കല്ലേ ചോദിക്കുന്നത്. ഇൻകം ടാക്സ് ഓഫീസിൽ പോകുന്നതും സ്റ്റേറ്റ് ടാക്സ് ഓഫീസിൽ പോകുന്നതും അത് നിങ്ങൾക്ക് അറിയത്തില്ല. എല്ലാ കണക്കും കള്ളക്കണക്കും കൂടെ കൊണ്ട് ചെന്നാലും ഒക്കത്തില്ല. ഇവിടെ കള്ളക്കണക്കില്ലാത്തൊരു ഫയൽ ഒറിജിനലുണ്ട്, കയ്യിലിരിക്കുന്ന വേറൊന്നുണ്ട്. ഇതെല്ലാം കൂടെ വെച്ച് തട്ടിപ്പ് പിടിക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു അപ്പച്ചൻ, മദ്രാസ് കോൺസുലേറ്റിൽ 82 വയസ്സുള്ള ഒരപ്പച്ചൻ, ഈശയ്ക്ക് മകൻ ന്യൂയോർക്കിലുണ്ട്, ഇന്നുമുണ്ട്. അപ്പൊ അമ്മച്ചി 6 മാസത്തെ വീസായിക്ക് വന്നിട്ട് 6 കൊല്ലം മോന്റെ കൂടെ താമസിച്ചു. അപ്പൊ എന്നാ അപ്പച്ചനെ കൂടെ വരുത്തിച്ച് 2 പേരും കൂടെ വിടാനാ മോൻ ഈ പണി കണക്കുന്നത്. അപ്പൊ ട്രാവൽ ഏജൻസിക്കാർ ഈ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച അവിടെ ചെല്ലുമ്പോൾ അമ്മച്ചി എവിടാന്ന് ചോദിച്ചാൽ അമേരിക്കയിലാണ് പറയരുത്. പറഞ്ഞാൽ 6 മാസത്തെ വീസയ്ക്ക് പോയത് പിന്നെ പിടുത്തം വിടും പിടികില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അമ്മച്ചി എന്തെന്ന് ചോദിച്ചാൽ വീട്ടിലുണ്ടെന്ന് പറയണം. എന്താ പണിയെന്ന് ചോദിച്ചാൽ അടുക്കള പണിയാന്ന് പറയണം. ഇങ്ങോട്ട് വല്ലതും തന്നയച്ചോന്ന് ചോദിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് മസാലൊക്കെ തന്നെന്ന് പറയണം. ഈ കള്ളം പറയാൻ ഈ പാവപ്പെട്ടവരെ ഞാൻ പഠിപ്പിച്ച റിഹേഴ്സലൊക്കെ എടുപ്പിച്ചു. എന്നാ മോനെയൊക്കെ കാണാണ്ട് വിചാരിച്ചു. പുള്ളി അവിടെ ചെന്ന് ആദ്യം കോൺസെൻട്രേറ്റ് ചെന്ന് കയറി ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തു. ആദ്യത്തെ ചോദ്യം, അപ്പച്ചൻ്റെ വൈഫ് എവിടെയാണ്? വീട്ടിലുണ്ടോ? എന്താ പണി? അടുക്കള പണി. വല്ലതും തന്നയച്ചു? താഴും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ തന്നയച്ചു. എങ്ങനെയുണ്ട് ആരോഗ്യം? എന്നൊക്കെ കുഴപ്പമില്ല, ബെറ്ററാണ്. ഈ പറയിപ്പിക്കാവുന്നിടത്തോളം കള്ളങ്ങൾ ചെതഞ്ഞ് പറഞ്ഞ് ഇയാളെ കൊണ്ട് പറയിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ കെട്ടി തൂക്കിയിട്ടേക്കുന്ന കണ്ണാടി എടുത്ത് കണ്ടോട്ടൊന്ന് വെച്ചിട്ട് അദ്ദേഹം 2 കൈയും ഇങ്ങനെ അങ്ങോട്ട് നീട്ടിപ്പിടിച്ച്, ഓ മൈ ഗോഡ്, ദിസ് ഈസ് ഗ്രേറ്റ്, വണ്ടർഫുൾ, ഞങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് അമേരിക്കയിൽ കിടക്കുന്നു, എന്നാൽ അപ്പച്ചൻ്റെ വീട്ടിൽ കുശലിപ്പണി നടക്കുന്നുണ്ട്. ഓ ഇതെന്തൊരു അത്ഭുതമാകും. ഇതൊക്കെ സൂചിക്കുകയാവുന്നു. നടന്ന കാര്യം അപ്പച്ചന് കാര്യം പിടി കിട്ടി.
എടാ ഇത് ഇങ്ങനുണ്ടോ ഒരു കാര്യം? ആര് പറഞ്ഞു കൊടുത്ത് എന്താ പറഞ്ഞു കൊടുക്കാനാ? പുള്ളിക്കാരന് കമ്പ്യൂട്ടർ നോക്കുമ്പോൾ 6 കൊല്ലം മുമ്പ് അമ്മ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ ഈ പുള്ളിയൊക്കെ അടുക്കളയിൽ പണിയെടുക്കുന്നെന്നാ പറയുന്നത്. അപ്പോഴേ പറഞ്ഞു, അയ്യോ ഇത് വലിയ അത്ഭുതമാണ്, പുള്ളിക്ക് പാസ്പോർട്ടും വേണ്ട വിസയും വേണ്ട വാതിലുണ്ടെന്ന് എനിക്ക് ഒരു തമിഴത്തിൽ പെണ്ണ് വ്യാഖ്യാനിച്ചുകൊണ്ട് എനിക്ക് ചെയ്യുന്നത്. പക്ഷെ അപ്പൊ അങ്ങനൊന്നും മാനക്കത്തില്ല, അവിടെ നിൽക്കാൻ പറഞ്ഞു. പിന്നെ ഇമാതിരി കാര്യമൊന്നും പറയില്ല. അമേരിക്കയിൽ നിന്ന് പോകണേ ഞങ്ങൾ വിടുമായിരുന്നു. പക്ഷേ കള്ളം പറയുന്നവരെ അങ്ങോട്ട് വിടത്തില്ല. കള്ളം പറയുന്നവരെ അമേരിക്കയ്ക്ക് വേണ്ട പിന്നെ സ്വർഗത്തില്ലെന്നാ വേണ്ടി ഞാൻ ചോദ്യം ചോദിക്കുക. കള്ളം പറയുന്നവരെ അമേരിക്കയ്ക്ക് വേണ്ട, നമ്മളെ കുറിച്ച് ഡോക്യുമെന്റ് തെറ്റായിട്ട് കണ്ടുപിടിച്ച സന്തതിയെ പോലും വിടത്തില്ല. അങ്ങനെ അവിടെ കിടക്കുന്നത് എനിക്ക് വളരെ റിസൾട്ടല്ല. ഒരു ചെറിയ മിസ്റ്റേക്ക് പിടിച്ചാൽ മതി, പിന്നെ വഴിക്കോട്ട് വിടുകയില്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം മാത്രമല്ല. പോസ്റ്റിൽ പ്രിയപ്പെടുന്നവനും അങ്ങോട്ട് കയറുകയില്ലെന്നോ എന്ന് പറഞ്ഞാൽ പോസ്റ്റിൽ കൂട്ടുനിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ അച്ചായന്മാരുടെ കൂടെ, അവനെയും കയറ്റിയിരുന്നു. അവരെ തന്നെ വിവരം അറിയുമ്പോഴാ കുഞ്ഞുങ്ങളെ ഒന്നും നടക്കുകയില്ല. അപ്പോഴേ ഇവിടെ ഉദ്ദേശിച്ച കാര്യം കണക്ക് ഫയൽ 14-12 ആകെ നമ്മി ഓരോരുത്തരും മൺമണ്ണായി അവനവന്റെ ഫയൽ എടുത്തുകൊണ്ട് അവിടെ ചെല്ലണം. ആ ഫയൽ വെച്ച് ഒക്കെ കാര്യങ്ങൾ ചെക്കിങ് നടക്കുമ്പോൾ ഒരു തട്ടിപ്പും വെട്ടിപ്പും നടക്കുകയില്ല. അതുകൊണ്ട് കണക്കെഴുത്തിൻ പ്രമാണി കണക്ക് ചോദിക്കുന്നതിന് ശരിക്കൊരു ഉത്തരമില്ല, നിനക്ക് വല്ലതുമുണ്ടോ എന്ന് കവി പറഞ്ഞതുപോലെ ആ ശരിക്കുള്ളതെ കാണാവേ അത് വളരെ ശ്രദ്ധിച്ചു. അതെ, നിങ്ങൾ എസ്കേലിന്റെ ബോധനം 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇതിനൊക്കെ കൂട്ടിച്ചേർക്കേണ്ട ഒരുപാട് വാക്യമുണ്ട്. അവിടെ ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാൾ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ, ധൈര്യത്തോടെ നിൽക്കുമോ, യഹോവയായി ഞാൻ ചോദിക്കുന്നു, അത് ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ദൈവത്തെ കൊണ്ട് ആണയിട്ട് പറഞ്ഞിരിക്കുക. കാര്യം തീർപ്പ്, കണക്ക് ചോദിക്കൽ, കാര്യപരിപാടി പ്രവേശിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചെങ്കിലേ അവിടെ ചെന്ന് പ്രാഗൽഭ്യത്തോടെ നിൽപ്പാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധന്മാർ ന്യായവിധി ഉണ്ടെന്നൊരു ദൈവഭയം നമുക്ക് വേണം. അതില്ലാതെ പോകരുത്. അതേത് മനുഷ്യനെയും പിന്നെ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചതാണ്. സമയമായി ഞാൻ ഇവിടെ നിർത്തുന്നു. അതുകൊണ്ട് ഇവിടെ കൊണ്ടിന്ന് നിൽക്കട്ടെ. ശേഷിച്ച കാര്യങ്ങൾ നമുക്ക് തുടരാം. ഇന്ന് രാത്രികാല കർത്താവിന്റെ പുനരാഗമനം കാര്യകാരണ സഹിതം സംഭവ്യമാണെന്നുള്ള പ്രവചനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിവർത്തിച്ച പ്രവചനം എടുത്ത് തെളിയിച്ചതിന് ശേഷമാണ് ഈ ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നിരിക്കുന്നത്. കർത്താവിന് തരുന്ന സമയം പോലെ നമുക്ക് തുടർമാന വിഷയങ്ങൾ പഠിക്കാം. ദൈവം തമ്പുരാൻ അതിൽ നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പിന്നെ ഈ ക്ലാസ്സിൽ ഞാൻ വരുമോ എന്ന് വിചാരിച്ചതാണ്. കാരണം പെട്ടെന്ന് ശരീരവേദനയും പനിയും ഒക്കെ എന്നെ നല്ലപോലെ ഒന്ന് പിടിച്ചു. എങ്കിലും ദൈവം സഹായിച്ചെന്ന് വന്ന് പ്രസംഗിച്ചു. പ്രകാരമൊന്നും വരാം, പിശാചിഷ്ടമുള്ള ഒന്നുമല്ല. വളരെ ഗഹനമായ സബ്ജക്റ്റുകൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ അവരുടെ രാജ്യത്തിൽ നക്കം തട്ടുന്ന വചനമാണ്. അതുകൊണ്ട് പോരാടിയാൽ ദൈവമക്കളുടെ പ്രാർത്ഥന ആ പോരാട്ടത്തെ അതിജീവിച്ച് ഏത് തടസ്സം ഉണ്ടായാലും ദൈവമക്കൾ വന്ന് കേട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവകൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കട്ടെ. വീണ്ടും വരവിൽ പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.